പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും? യെസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരുടെയും ഇവിടുന്ന് എക്സാമിന്റെ DME എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി കഴിഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി കഴിഞ്ഞു. അരമണിക്കൂർ ലേറ്റ് ആയി പോട്ടോ. അരമണിക്കൂർ താമസിച്ചു പോയി. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായിട്ടോ. റെഡിയാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറായി. അത്ര അറിഞ്ഞല്ലോ. അത്രയും അറിഞ്ഞല്ലോ. ഇനി പഠിക്കാം. ഇനി അതെന്താണ്, എവിടെ നിന്നാണ് ചോദിക്കരുത്. ഇനി പഠിക്കാമോ? എല്ലാവരും ഫസ്റ്റ് 50 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫസ്റ്റ് 50 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫസ്റ്റ് 50 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? എല്ലാവർക്കും ഫസ്റ്റ് 50 സെറ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? ഇന്ന് ഈ നിമിഷം കേരള PSC എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഈ രാത്രി ഈ നിമിഷം കേരള PSC എക്സാമിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ ആ ഒരു ചോദ്യ പേപ്പർ 5 പേരാണ് തയ്യാറാക്കിയത്. കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജിലെയും 5 മെഡിക്കൽ കോളേജിലുള്ള 5 പേർ തയ്യാറാക്കി. 5 പേർ എന്നുണ്ടോ? ഒരാളല്ല 5 മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാർ തയ്യാറാക്കി. 5 പേർ. ഓക്കെ, 5 പേർ. ഇപ്പൊ ഒറ്റാളല്ല 5 പേർ. ഓക്കെ. അത് മാത്രം അറിയുക. 5 മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാർ 5 ക്വസ്റ്റ്യൻ. 5 എന്ന് പറയുമ്പോ 5 100 അല്ലേ? 500 അല്ലേ? 5 100 500 അല്ലേ? 1 അല്ല, 100 അല്ല, 500 അല്ലേ? 500 ക്വസ്റ്റ്യൻ തയ്യാറാക്കി. 500 ക്വസ്റ്റ്യൻ തയ്യാറാക്കി. 500 100 അല്ല, 500 ക്വസ്റ്റ്യൻ തയ്യാറാക്കി. ഇപ്പോ അത് റെഡി ആയിട്ടുണ്ട്. ഈ നിമിഷം അത് തയ്യാറായിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കുമോ? ഇനിയെങ്കിലും പഠിക്കുമോ? 500 ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. അത് 100 ക്വസ്റ്റ്യൻ ചോദിക്കും. 500 ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കും. ഇത് എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 50 കിട്ടിയില്ലേ? 50 ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ? 50 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇന്നത്തോടെ കൂടി 50 ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലേ? കിട്ടിയല്ലേ? എല്ലാ 5 ഉണ്ടോ? ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാ 5 ഉണ്ടോ? 500 50 5 ഉണ്ടോ? 500 ക്വസ്റ്റ്യൻ 50 5 ഉണ്ടോ? ഉണ്ടായിരിക്കും. സോ നമ്മൾ ലാസ്റ്റ് എല്ലാ 50 ഡേയ്സ് ഉണ്ടല്ലേ? 50 ഡേയ്സ് ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ 4 5 ആയി 50 5 5 എല്ലാ 5 ആയി 50 ദിവസം 500 ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഒരാളല്ലേ? ക്വസ്റ്റ്യൻ വന്നത് ഒരാളാണോ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരാളാണോ? ചോദ്യം അല്ല, ഒരാളല്ല. അവർക്കല്ല 5 6 ചെന്ന 5 6 അതും ഒരു സ്ഥലത്തുള്ള ആൾക്കാരല്ല, പല സ്ഥലത്തുള്ള പല ആൾക്കാരല്ലേ? പഠിക്കട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പഠിച്ചത് റിഫ്ലക്സ് ആണോ? പറഞ്ഞു. റിഫ്ലക്സ് പഠിച്ചത് എത്ര മത്തിയാ? അത് 9 10 ആണോ? ഇത് ബബിൻസ്കി വരെയാണോ? ഇത് ബബിൻസ്കി റിഫ്ലക്സ് വരെയാണോ പഠിച്ചത്? ഈ പഠിച്ചവർക്ക് ഇത് ബബിൻസ്കി വരെയാണോ? ഒരു മിനിറ്റ്. ആണോ?
ആണോ? ആവട്ടെ, പറഞ്ഞേ. ലാസ്റ്റ് പഠിച്ചത് ബൊബിൻസ്കി വരെയാണോ? ബൊബിൻസ്കി വരെയാണോ? ബൊബിൻസ്കി വരെയാണോ? യെസ് അല്ലേ? സോ റിഫ്ലക്സിൽ ഇതെടുത്ത് പഠിച്ചു. റിഫ്ലക്സിൽ ബബിൾസ് പഠിച്ചില്ലേ? അപ്പൊ ടോൾ എത്ര കണ്ടത്? ടോൾ എത്ര പഠിച്ചത്? ടോൾ 6 7 ടോട്ടലായിട്ട് 6 7 പഠിച്ചത്? 7 ഇതുവരെയായിട്ട് 7 പഠിച്ചില്ലേ? കൃത്യം പറഞ്ഞാൽ ഇതുവരെയായിട്ട് കഴിഞ്ഞ ദിവസം വരെ 7 റിഫ്ലക്സ് പഠിച്ചില്ലേ? സോ 8ാമത്തെ ഉണ്ട്, ഇനിയും റിഫ്ലക്സ്. ഞാൻ എഴുതിയ നോട്ട് കണ്ടോ? ഞാൻ എഴുതിയ ആ ഒരു നോട്ട് കണ്ടോ? വായിച്ചു ആരെങ്കിലും? വായിച്ചു ആരെങ്കിലും? വായിച്ചു ആരെങ്കിലും? ഇതേ കുഴപ്പം. ഇത് ക്ലാസ് ടൈമിൽ ഫോൺ ഓണാക്കിയും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ആണോ? ഇപ്പൊ ഞാൻ അയച്ച വായിച്ചു തരാം. വായിച്ചു തരാം. വായിച്ചു തരാം. വായിച്ചു ആരെങ്കിലും? യെസ്, വായിച്ചു. വായിച്ചു. അത് കുറെ കാര്യം ഇത് പോയിന്റ്സ് ആയിട്ടുണ്ടോ? കുറെ കാര്യം ഇത് പോയിന്റ്സ് ആയിട്ട് ഇത് മലയാളത്തിലുണ്ടോ? കുറെ കാര്യം ഇത് പോയിന്റ്സ് ആയിട്ട് മലയാളത്തിലുണ്ടോ? ഉണ്ടോ? വായിച്ചു. അതിനകത്ത് വേണമെങ്കിലും ഈ ഫസ്റ്റ് പറഞ്ഞതിന്റെ 7 കണ്ടല്ലോ. ഫസ്റ്റ് 7 പഠിച്ചല്ലോ. ഫസ്റ്റ് 7 കണ്ടല്ലേ? 8ാമത്തെ എന്താ? ഇത് ഡോൾസ് ആയി റിഫ്ലക്സ് ഉണ്ടോ? 8ാമതായിട്ട് എവിടെയെങ്കിലും ദ ഡോൾസ് ആയി റിഫ്ലക്സ് കണ്ടോ? കണ്ടോ? 8ാമത്തെ ഇത് ഡോൾസ് റിഫ്ലക്സ്. 8ാമത്തെ റിഫ്ലക്സ് ആയിട്ട് ഇത് ഡോൾസ് ആയി റിഫ്ലക്സ്. എന്താ അത്? എക്സാം ഡേറ്റ് വന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആയി കഴിഞ്ഞു. ഇന്ന് തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് അടി കേട്ടോ. ഇന്ന് തന്നെ സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ എല്ലാവർക്കും? സൗണ്ട് കേൾക്കാമല്ലോ? ഇന്ന് ദ ക്വസ്റ്റ്യൻ പേപ്പർ കൺഫേം ആയി കഴിഞ്ഞു. ഇന്നാണ് ദ ക്വസ്റ്റ്യൻ കൺഫേം ആയി കഴിഞ്ഞത്. ആൾറെഡി റെഡി ചെയ്താണ്. ആൾറെഡി റെഡിയായ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് എന്താ കൺഫേം ആയി കഴിഞ്ഞു. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? സോ എന്താണ് ഇത് ഡോൾസ് എന്താ? ഡോൾസ് ഐ റിഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ആ, ശരിയാണ്. ആരെ പറഞ്ഞു? സവിത പറഞ്ഞപ്പോഴത്തെ എന്താണ് ഈ പറഞ്ഞ കുഞ്ഞിന്റെ ഹെഡ് ഒരു സൈഡിലോട്ട് തിരിച്ചു കഴിയുമ്പോൾ സംഭവിക്കും. സവിത പറഞ്ഞവിടെ തന്നെ കുഞ്ഞിന്റെ ഹെഡ് ഒരു സൈഡിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പറഞ്ഞേ. കുഞ്ഞിന്റെ ഹെഡ് ഒരു സൈഡിലോട്ട് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ എന്ത് പറഞ്ഞേ? എന്ത്? ആ കണ്ണ് മൂവ് ചെയ്യോ? കണ്ണ് മൂവ് ചെയ്യുമ്പോടെ ഒരു പുതിയ സൈഡിലോട്ട് ആ ഹെഡിന്റെ ഒരു സൈഡ് തിരിക്കുന്ന സമയത്ത് ആ ഒരു പുതിയ സൈഡിലോട്ട് കണ്ണ് മൂവ് ചെയ്യുമോ? ഒരു പുതിയ സൈഡിലോട്ട് കണ്ണ് മൂവ് ചെയ്യുമോ? കണ്ടു കാണും. ഇല്ല. പക്ഷെ ആ കുഞ്ഞിനെ ഒരു സൈഡിലോട്ട് തിരിക്കും സമയത്ത് കുഞ്ഞിനെ ഒരു സൈഡ് തിരിക്കുന്ന സമയത്ത് കണ്ണിന് ലാഗ് ഉണ്ടാവും. കണ്ണിന് ലാഗ് ഉണ്ടാവും. കണ്ണിന് ഒരു ലാഗ് ഉണ്ടാവും. ഒരു പുതിയ സൈഡിലോട്ട് പറഞ്ഞ പൊസിഷൻ മാറ്റുന്ന സമയത്ത് കണ്ണൊരു ലാഗ് ഉണ്ടാവും. ലാഗ് ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ആ കണ്ണ് കുറച്ച് ലാഗ് ഉണ്ടാവല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുഞ്ഞ് കുറച്ച് ചരിക്കുന്ന സമയത്തോ എന്തെങ്കിലും ചെയ്യും കണ്ണൊരു ലാഗ് ഉണ്ടാവൂലേ? ലാഗ് ഉണ്ടാവും. അതല്ലേ ഈ പറഞ്ഞ ഡോൾസ് ഐ എന്ന് പറയുന്നത്? അതല്ലേ ഈ പറഞ്ഞ എന്താണ് ഡോൾസ് ഐ എന്ന് പറയുന്നത്? ആ ഹെഡിന്റെ കുഞ്ഞിന്റെ ഇൻഫാന്റെ എന്താണ് ഹെഡ് ഒരു സൈഡോട് തിരിക്കുന്ന സമയത്ത് ആ ഐസിൽ എപ്പോഴും ഒരു ലാഗ് എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് ഡിസപ്പിയർ ആവും.
എപ്പോ ഡിസപ്പിയർ ഒരു 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 3 മുതൽ 4 മാസത്തിനകത്ത് ഒരു 3 മുതൽ 4 മാസം എന്ത് ചെയ്യും? ദ ഡോൾസ് എപ്പോഴും ദ ഡിസപ്പിയർ ആവും. ഒരു 3 മുതൽ 4 മാസം എന്ത് ചെയ്യും? ദ ഡോൾസ് എപ്പോഴും റിഫ്ലക്സ് ആവും. ഒരു മിനിറ്റ്, വീണ്ടും മെസ്സേജ്. ഒരു മിനിറ്റ്, ഇപ്പൊ ഫോൺ ഓൺ ചെയ്ത യെസ് കിട്ടിയോ? എപ്പോ ഡിസപ്പിയർ ചെയ്യാം? 3 മുതൽ 4 മാസം എന്ത് ചെയ്യും? ഇത് ഡിസപ്പിയർ ആവും. 3 മുതൽ 4 മാസം എന്ത് ചെയ്യും? ഇതങ്ങ് ഡിസപ്പിയർ ആവുകയും ചെയ്യും. സോ ചോദ്യം വരും, ഇത് ഡോൾസ് ഐ റിഫ്ലക്സ് എപ്പോൾ ഡിസപ്പിയർ ചെയ്യും? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ബാക്കിയായിട്ട് പഠിക്കുന്ന 7ാമത്തെ റിഫ്ലക്സ് ആണ്. ദ ഡോൾസ് ഐ റിഫ്ലക്സ് എപ്പോൾ ഡിസപ്പിയർ ചെയ്യും? 3 മുതൽ 4 മാസം മുതലല്ലേ? ശരിയല്ലേ? സിമ്പിളായി പറഞ്ഞാൽ ആ തല ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ആ കണ്ണ് പുറകിലോട്ട് പോകും. സിമ്പിളായി പറഞ്ഞാൽ ആ തല ഒന്ന് ചരിച്ച് ആ കണ്ണ് പുറകിലോട്ട് പോകും. കൂടെ ആ കണ്ണ് പുറകിലോട്ട് പോകും. ആ തല കുഞ്ഞിന് ഹെഡൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ ആ കണ്ണെന്ത് ചെയ്യും? ഒന്ന് പുറകിലോട്ട് പോകുമോ? അതാണോ? ആ തല ഒന്ന് ചരിച്ച് കണ്ണൊന്ന് പുറകിലോട്ട് പോകുമോ? യെസ് ഓർ നോ? അല്ലേ? ആ തല ഒന്ന് ചലിച്ച് കണ്ണ് പുറകോട്ട് പോകും. യെസ് ആണല്ലേ? അതിന് പറഞ്ഞപ്പോഴെന്താ? ദ ഡോൾസ് ഐ റിഫ്ലക്സ് അല്ലേ? ആ തല ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ഐ എന്ത് ചെയ്യും? പുറകിലോട്ട് പോകുന്നതാണ് ദ ഡോൾസ് ഐ റിഫ്ലക്സ് അല്ലേ? കിട്ടിയോ? ഫസ്റ്റ് കാര്യം ഇന്ന് പഠിച്ച ഫസ്റ്റ് കിട്ടിയോ? യെസ്. എത്ര പഠിച്ചു മൊത്തം? കഴിഞ്ഞ ദിവസം 7 അല്ലേ? കഴിഞ്ഞ ദിവസം 7, ഇന്ന് 8 അല്ലേ? കഴിഞ്ഞ ദിവസം 7, ഇന്ന് 8 അത് 9 ദ ബ്ലിങ്കിങ് റിഫ്ലക്സ്. 9 ദ ബ്ലിങ്കിങ് റിഫ്ലക്സ്. ദ ബ്ലിങ്കിങ്. അറിയോ ആർക്കെങ്കിലും? ആർക്കൊക്കെ കുട്ടികളുണ്ട്? ആർക്കായി കുട്ടികളുണ്ട്? ഉണ്ടോ? 1, 2, 3, 5 ഉണ്ടോ? 5 ആയോ? 5 ഓരോ എക്സാം കഴിയുമ്പോൾ 5 ഓരോ DME DHS കഴിയുമ്പോൾ 1, 2, 3, 4, 5 5 എക്സാം കഴിഞ്ഞപ്പോ 5 2, 1. അടുത്ത എക്സാം വരെ കാക്കണ്ട കേട്ടോ. അടുത്ത എക്സാം വരെ ഇനി കാൽക്കരുത്. ഈ എക്സാമിന് പാസ്സാവാം കേട്ടോ. പാസ്സായപ്പോ സ്റ്റോപ്പിംഗ് കിട്ടും. പാസ്സാവുമ്പോ അപ്പോ സ്റ്റോപ്പ്. ഇതുണ്ടോ? പാസ്സാവുമ്പോ അപ്പോ സ്റ്റോപ്പ്. സഡനായിട്ട് ഐലിഡ്സ് ക്ലോസ് ആവുന്നതാണോ? സഡനായിട്ട് ഐലിഡ്സ് ക്ലോസ് ആവുന്നതാണോ? നമ്മളെപ്പോഴും കുട്ടികളെ പെട്ടെന്ന് തന്നെ ടേൺ ചെയ്യുമ്പോഴോ ഒരു ശബ്ദം, വലിയ ശബ്ദം, ലൗഡ് നോയിസ് കേൾക്കുമ്പോഴോ അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിലോട്ട് പോകുമ്പോഴോ ആ കുട്ടിയുടെ എന്താണ് ഐലിഡ്സ് ക്ലോസ് ചെയ്ത് പറഞ്ഞ പേരാണത് ബ്ലിങ്കിങ് റിഫ്ലക്സ്. സഡൻ പെട്ടെന്ന് തന്നെ എന്താണ് ലൗഡ് നോയിസ് കേൾക്കുമ്പോഴോ ആണോ? ഒരു ബ്രൈറ്റ് ലൈറ്റ് എത്തുന്ന സമയത്ത് ചെയ്യാറുണ്ടോ? ഫോണ് പിന്നെയും ശല്യമോ? ഒരു മിനിറ്റ്, ഫോൺ ഓഫ് ചെയ്തിട്ട് ഇത് ദിവസം കിട്ടിയായിരുന്നോ? റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് റെക്കോർഡ് കിട്ടിയായിരുന്നു അവർക്ക്. റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് റെക്കോർഡ് കിട്ടിയത് ആദ്യത്തെ എപ്പോഴും ചോദിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ചെയ്ത കാര്യമുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾ ആരും ഇപ്പോഴും ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. പറയട്ടെ,
ആരും ഇപ്പോഴും ചെയ്യാത്ത ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ, இந்த OMR ഡൗൺലോഡ് ചെയ്യും, അത് പ്രിന്റ് എടുക്ക്, 50-100 കോപ്പി എടുക്ക്, അത് വെച്ച് മാർക്ക് ചെയ്ത് പഠിക്കുക. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരാളെങ്കിലും OMR എടുക്ക്. ആരെങ്കിലും ഒരാൾ ഉണ്ടോ? ഒരാളുണ്ടോ? OMR എടുക്ക്, അതിന് ഇപ്പൊ തന്നെ എന്താണ് മാർക്ക്, ഒരു മാർക്ക് കിട്ടിയാലും മാർക്ക് പഠിക്കും. ചെയ്യാറുണ്ടോ? ശബ്ദം പോയി പറയുന്നു. ഇനി ശരി, ആരെങ്കിലും ഒരാൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തയ്യാറായി കഴിഞ്ഞു, ശബ്ദം പോയി പാറയിൽ ഉറച്ചുകൂടായി, പെൺകുട്ടികൾ പോകാൻ പറ്റുന്നില്ല. അടിച്ചുകൂടെ, പെൺകുട്ടികൾ മുമ്പിൽ പോകാൻ പറ്റുന്നില്ല. എന്താ പേര്? പേര് പറഞ്ഞേ പോയി. പാറ വലിച്ചവരില്ലേ, പാറയിൽ വലിച്ചവരില്ലേ, പോയി, അവിടെ പോയി. ആ പേര് പറഞ്ഞാലേ പോയി. മിണ്ടില്ല, ശബ്ദിക്കില്ല, വരും. ആരെങ്കിലും പേര് ചോദിച്ചു ഇതാണ്, മിണ്ടില്ല, ശബ്ദമില്ല, വരും. ഊമയാണ്, ശബ്ദം പോയിരിക്കുക. അത് കാരണം നിങ്ങൾ അറിഞ്ഞല്ലേ? ചോദിക്കട്ടെ, the doll's eye reflects എപ്പോ absent ആവും? The doll's eye reflects എപ്പോ absent ആവും? 3 മുതൽ 4 മാസം. കമാൻഡ് ഇതേ, the doll's eye reflects എപ്പോ absent? 3 മുതൽ 4 മാസം. അല്ലെ? ആ തല ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ആ ഐസ് നീ പുറകോട്ട് പോലെ. തല ഒന്ന് ചരിച്ചു കഴിഞ്ഞാൽ ഐസ് നീ പുറകോട്ട് പോകും. That's called as the doll's eye reflex അല്ലേ? Yes. So next one is the blinking reflex. 9ാമത്തെ വരിയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കിയായിട്ടാ പഠിക്കുന്നത്. 9ാമത്തെ കാര്യമാണ് the blinking reflex. The blinking. അറിയാം എന്താണ് the blinking? ഇപ്പൊ ഉണ്ടോ ഇത് ഇറങ്ങിയില്ല? ഇപ്പൊ ഉണ്ടോ ഇറങ്ങില്ല? ഉണ്ടോടെ? അവിടെ ചോദ്യമുണ്ട്, ചോദ്യം പറയാം. ആരോ പറഞ്ഞു ഇത് ഡിസപ്പിയർ ആകുമോ ഇല്ലയോ ചോദ്യം ഉണ്ടായിരുന്നു അന്ന് എക്സാമിന്. ഞാൻ അവസാനം പറഞ്ഞ കാര്യമാണത്, അവസാനം പറയേണ്ട കാര്യമാണ്. ദ ബ്ലിങ്കിങ് റിഫ്ലക്സ് ഡിസപ്പിയർ ആകുമോ ഇല്ലയോ ചോദ്യം ഉണ്ടായിരുന്നു. ഞാനിത് അവസാനം പറഞ്ഞ കാര്യമാണ്. പക്ഷെ ആദ്യം പറയുന്നു അത് പെട്ടെന്ന് തന്നെ സഡനായിട്ട് ഐലിഡ്സ് ക്ലോസ് ആണെന്ന് പറഞ്ഞ പേരെന്താ? ഈ ഹെഡൊന്ന് ടേൺ ചെയ്യുമ്പോഴോ, ഒരു ലൗഡ് നോയ്സ് കേൾക്കുമ്പോഴോ, അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോഴോ ബ്ലിങ്കിങ് ഉണ്ടാവാറുണ്ടോ? പെട്ടെന്നായിട്ട് തന്നെ ലൗഡ് നോയ്സ് വരുമ്പോഴോ, ബ്രൈറ്റ് ലൈറ്റ് വരുമ്പോഴോ, ഒരു 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 നോയ്സ്, ലൗഡ് ആയിട്ടുള്ള നോയ്സ് കേൾക്കുമ്പോഴോ പെട്ടെന്ന് തന്നെ ബ്ലിങ്കിങ് പെട്ടെന്ന് കണ്ണടയ്ക്കാറില്ലേ? പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്, ഇത് ഡിസപ്പിയർ ആകുമോ ഇല്ലയോ? 6ാമത്തെ മാസമാണോ, 2 വയസ്സിലാണോ, 8 മാസമാണോ? അത് ഒരിക്കലും ഡിസപ്പിയർ ആവില്ലേ? ഒരിക്കലും ഡിസപ്പിയർ ചെയ്യില്ല. ഒരിക്കലും ഡിസപ്പിയർ ചെയ്യാത്ത റിഫ്ലക്സ് ചെയ്ത, ഒരിക്കലും ഡിസപ്പിയർ ചെയ്യാത്ത റിഫ്ലക്സ്, ബ്ലിങ്കിങ് റിഫ്ലക്സ് ഒരിക്കലും ഡിസപ്പിയർ ആകില്ല. പക്ഷേ ഒരു കാരണം കൊണ്ട് ഡിസപ്പിയർ ചെയ്ത, ഒരു കാരണം കൊണ്ട് ബ്ലിങ്കിങ് റിഫ്ലക്സ് ബ്ലൈൻഡ്നെസ് വരുമ്പോഴോ, അല്ലെങ്കിൽ ഐബാളിന് ഒരു ഇഞ്ചറി വരുമ്പോഴോ, അല്ലെ, ഐബാളിന് ഒരു ഇഞ്ചറി വരുമ്പോഴോ, ബ്ലൈൻഡ്നെസ് വരുമ്പോഴോ, ഐയുമായി ബന്ധപ്പെട്ട ക്രേനിയൽ നെർവിന് ഇഞ്ചറി വരുമ്പോഴോ, അല്ലെ, ഐയുമായി ബന്ധപ്പെട്ട ക്രേനിയൽ നെർവിന് ഇഞ്ചറി വരുമ്പോഴോ വരാറില്ലേ? ഡിസപ്പിയർ ആവാറില്ലേ? ഐയുമായി ബന്ധപ്പെട്ട ക്രേനിയൽ നെർവിന് ഇഞ്ചറി വന്നാലും എന്താണ് ബ്ലിങ്കിങ് റിഫ്ലക്സ് ഡിസപ്പിയർ ആകും. എങ്കിൽ ചോദ്യം ഇതാണ്, ഐയുമായി ബന്ധപ്പെട്ട ക്രേനിയൽ നെർവ്സ് ഏതൊക്കെയാ? ഐയുമായി ബന്ധപ്പെട്ട ക്രേനിയൽ നെർവ്സ് 1 ആണോ, 2 ആണോ, 3 ആണോ? ഓക്കെ അല്ലേ? കുഞ്ഞുണ്ടോ? നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് കാര്യം? ആരെങ്കിലും പണ്ട് ചെയ്തിട്ടുണ്ട് കാര്യം? ആരെങ്കിലും ഈ കാണുന്ന സമയം പണ്ട് ചെയ്തിട്ടുണ്ടോ? ഒരുപാടുണ്ടല്ലേ?
പണ്ട് ആരെ കുറിച്ചിട്ടുണ്ട് കാര്യം? ഉണ്ടോ? ഉണ്ടോ? ഈ കോട്ടയക്കാർ സംബന്ധിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എത്ര പേര്? 1, 2, 3, 4, 5. സാർ അത് മാത്രം ചോദിക്കരുത്, കുറെ പേരുണ്ട്. 3, 5, മീന 3, 5, 7 വിളിച്ചിട്ടുണ്ടോ? 3, 5 ചോദിച്ചിട്ടുണ്ടോ? 3, 5, 7 പേരുണ്ടോ? ഇത് മീന 3, 5 മീനയാണ് മിക്സീരിയാണോ? 3, 5, 7 പേര് ഉണ്ടോ ആരെങ്കിലും? നിറവാണ് ഉദ്ദേശിച്ചത്. നിറവാണോ ഉദ്ദേശിച്ചത്? നിറവാണോ ഉദ്ദേശിച്ചത്? നിറവാണ്, ശരിയാണ്, നിറവാണല്ലേ. ഇനി വേറെ ഇങ്ങോട്ടോ? വേറെ ഇങ്ങോട്ടോ? വേറെ ഇങ്ങോട്ടോ? ഈ കാണും പോലെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഒന്ന് അങ്ങോട്ട് പോകുമ്പോ റിഫ്ലക്സ് ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഇല്ലെന്ന് പറയും. ഇല്ല, ഇല്ല. ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു ഐബാളിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ റിഫ്ലക്സ് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐബാളിന് സപ്ലൈ ചെയ്യുന്ന നെർവ് ഏതൊക്കെയാ? ഐബാളിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഈ റിഫ്ലക്സ് ആബ്സെന്റ് ആകുമെന്ന് പറഞ്ഞെങ്കിൽ ഐയിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ് ഏതൊക്കെയാ? ഏതൊക്കെയാ? 1 ആണോ 3 ആണോ? ഏതൊക്കെയാ? ഓക്കുലോമോട്ടർ ഉണ്ടോ? ഓക്കുലോമോട്ടർ ഉണ്ടോ? ഓക്കുലോമോട്ടർ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. വേറെ ഉണ്ട്. വേറെ ഉണ്ട്. 3, 4, 6. ഓക്കുലോമോട്ടർ ഉണ്ട്, ട്രൈജിമിലുണ്ട്, ഫേഷ്യലുണ്ടോ? ഓക്കുലോമോട്ടറും ട്രൈജിമിൽ ഫേഷ്യലുണ്ടോ? ഓക്കുലോമോട്ടറും ട്രൈജിമിൽ ഫേഷ്യലുണ്ടോ? 3, 4, 6. ഓക്കുലോമോട്ടറും ട്രൈജിമിൽ ഫേഷ്യലുണ്ടോ? 3, 4, 6 എന്ന് പറയുമ്പോൾ ഓക്കുലോമോട്ടർ ട്രൈജിമിൽ ആൻഡ് ഫേഷ്യൽ ഉണ്ടോ? 3, 4 എന്ന് പറയുമ്പോൾ ഓക്കുലോമോട്ടറും ട്രൈജിമിൽ ഫേഷ്യലും അല്ലേ? അല്ലെ? ഈ 3 നെർവിനെ ഇഞ്ചർ വരുമ്പോൾ ബ്ലിങ്കിങ് റെസ്പോൺസ് അല്ലെങ്കിൽ റിഫ്ലക്സ് ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒരു നെർവിന് ഇഞ്ചറി വന്നാൽ റിഫ്ലക്സ് ഉണ്ടായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും അല്ലെ? ആബ്സെന്റ് പരീക്ഷ ചോദിക്കുന്നതാണ്. പരീക്ഷ ചോദിക്കുന്നതാണ് ബ്ലിങ്കിങ് റിഫ്ലക്സ് ആബ്സെന്റ് ആകുന്നത് ഏത് നെർവിന്റെ ഇഞ്ചറി കൊണ്ടാണ്? ഏതൊക്കെയാ? ബ്ലിങ്കിങ് റെസ്പോൺസ് ആബ്സെന്റ് ആകുന്നത് ഏതൊക്കെ നെർവിന്റെ ഇഞ്ചറി കൊണ്ടാണ്? 3, 4, 6 അല്ലെ? ഓക്കുലോമോട്ടർ, ട്രൈജിമൽ, ഫേഷ്യൽ അല്ലെ? ഓക്കുലോമോട്ടറിന്റെയും ട്രൈജിമിന്റെയും ഫേഷ്യലിന്റെയും ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലിങ്കിങ് റെസ്പോൺസ് ആബ്സെന്റ് ആവും. കിട്ടിയോ? 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 9 ആയോ? 9 ആയോ? 9 ആയോ? 9 ആയോ? ഈ വരുന്ന ആഴ്ച ഏതെങ്കിലും ദിവസം ഈ വരുന്ന ആഴ്ച ആർക്കെങ്കിലും ഇന്റർനെറ്റ് എന്താണ് പാക്കേജ് നഷ്ടപ്പെട്ടു എന്ന് പറയുക. ഞാൻ ഒരു ക്ലാസ് വെക്കും. ആ ഒരു ക്ലാസ്സിൽ സാർ എന്റെ ഇന്റർനെറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ റീചാർജ് ചെയ്യും കേട്ടോ. വരുന്ന ഒരു ദിവസം സാർ എന്റെ ഇന്റർനെറ്റ് തീരുത് പറഞ്ഞാൽ ഞാൻ റീചാർജ് ചെയ്യും. സമ്മതിക്കും? വരുന്ന ഒരു ദിവസം ഏതെങ്കിലും ദിവസം ഞാൻ ക്ലാസ് വെക്കുമ്പോൾ സാർ എന്റെ ഇന്റർനെറ്റ് തീർന്നാൽ ആരെങ്കിലും മെസ്സേജ് ഞാൻ റീചാർജ് ചെയ്യും. വരുന്ന ദിവസം, വരുന്ന ആഴ്ച ഏതെങ്കിലും ദിവസം സാർ എന്റെ നെറ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ റീചാർജ് പഠിക്കൂ എങ്കിലും പറയുന്നേ. ഇല്ലെന്ന് പറയൂ. പരിശോധിക്കട്ടെ, പരീക്ഷ ചോദിക്കും. എക്സാമിന് പ്രീവിയസ് ചോദ്യം നടന്നു. എന്താ ബ്ലിങ്കിങ് റിഫ്ലക്സ് ആബ്സെന്റ് ആവുന്നപ്പോഴാണ്? കഴിഞ്ഞ എക്സാമിന് പ്രീവിയസ് ചോദ്യം നടന്നു. ബ്ലിങ്കിങ് റെസ്പോൺസ് ആബ്സെന്റ് ആവുന്ന എപ്പോഴാ? അത് ഏത് നെർവിന്റെ ഇഞ്ചറി കൊണ്ടാണ്? ഏത് നെർവിന്റെ ഇഞ്ചറി കൊണ്ടാണ് ബ്ലിങ്കിങ് റെസ്പോൺസ് ആബ്സെന്റ് ആവുന്നത്? 3 ഓക്കുലോമോട്ടർ ആൻഡ് ഫേഷ്യൽ നെർവ് അല്ലേ? ഫേഷ്യൽ നെർവ് അല്ലേ? മറക്കരുത്, ഈ 3 നെർവിനും ഇഞ്ചറി വരുമ്പോൾ എന്താണ്? ബ്ലിങ്കിങ് റെസ്പോൺസ്
ആബ്സെന്റ് ആവുകയും ചെയ്യും. ക്ലിയർ? 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 9 പഠിച്ചല്ലോ. 9 റിഫ്ലക്സ് പഠിച്ചല്ലോ. ആൻഡ് 10ാമത്തത് ഗ്യാഗ് റിഫ്ലക്സ്. ഗ്യാഗ് കേട്ടില്ല? ഗ്യാഗോ? ഇത് ബാഗല്ല, ബാഗല്ല, ഗ്യാഗ്. ആൾറെഡി സക്കിങ്ങും സോളോയും പഠിച്ച ആൾക്കാരാണ്. അത് ബന്ധപ്പെട്ട കാര്യമാണ്. ആൾറെഡി സക്കിങ്ങും സോളോയും പഠിച്ച ആൾക്കാരാണ്. ഇത് ഗ്യാഗ് എന്താണ്? ആൾറെഡി സക്കിങ്ങും സോളോയും അറിയാവുന്ന ആൾക്കാർ. അത് ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഗ്യാഗ് റിഫ്ലക്സ്. എന്താ? ആൾറെഡി സക്കിങ്ങും സോളോയും പഠിച്ച ആൾക്കാരാണ്. ഗ്യാഗ് എന്ന് പറയുന്നത് എന്താ? ഒമിറ്റിംഗ് വരുമ്പോഴാണ്. ആണോ? ഒമിറ്റിംഗ് ആലോചിച്ചോക്കെ. ഇത് ത്രോട്ടിൽ എപ്പോഴെങ്കിലും ഒരു ഇറിറ്റേഷനോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? ഇത് ഗ്യാഗ് വരാറുണ്ടോ? ഇത് ത്രോട്ട് ഭാഗത്ത് എപ്പോഴെങ്കിലും ഇറിറ്റേഷനോ വന്നു കഴിഞ്ഞാൽ ഗ്യാഗ് വരാറുണ്ടോ? ഇത് വോമിറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ത്രോട്ടിൽ ഒരു ഇറിറ്റേഷൻ വന്ന എപ്പോഴെങ്കിലും വോമിറ്റ് ചെയ്യാൻ എപ്പോഴെങ്കിലും പറഞ്ഞ ആ ചോറ് വായിക്കാനിടല്ല, ചോറ് വിഴുങ്ങുമ്പോഴല്ല. ആണോ? ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇത് കുട്ടികൾ ഇത് ഡിസിപ്ലിൻ ആകുന്നുണ്ടോ? ഗ്യാഗ് റിഫ്ലക്സ് പറയുമ്പോൾ എന്ന് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ വോമിറ്റിംഗ്, ഈ പറഞ്ഞ ഇറിറ്റേഷൻ വോമിറ്റ് ശ്രമിക്കുക. പക്ഷെ റിഫ്ലക്സ് ആവുന്നുണ്ടോ? ഒരിക്കലും എന്താണ് ഇത് ആബ്സെന്റ് ആവാറില്ല അല്ലെ? ഒരിക്കലും ആബ്സെന്റ് ആവാറില്ല, ഒരിക്കലും പോവാറില്ലല്ലോ. പോറുണ്ടോ? റിഫ്ലക്സ് ഒരിക്കലും ആബ്സെന്റ് ആകാതെ ലൈഫ് ലോങ്ങിൽ നിൽക്കുന്ന ഒരു റിഫ്ലക്സിന്റെ പേരെന്താ? ലൈഫ് ലോങ്ങിൽ നിൽക്കുന്ന റിഫ്ലക്സിന്റെ പേരെന്താ? ഗ്യാഗ് അല്ലേ? ശരിയല്ലേ? ഇതുപോലെ പറയുന്നുണ്ടോ? ലൈഫ് ലോങ് നിൽക്കുന്ന വേറെ ഉണ്ടോ? ലൈഫ് ലോങ് നിൽക്കുന്ന ഞാൻ പഠിപ്പിച്ചതിൽ നിന്ന് വേറെ ഉണ്ടോ? ബ്ലിങ്ങിങ് ഉണ്ട്, ബ്ലിങ്കിങ് ഉണ്ട്. അത് ഗ്യാഗും ഇല്ലേ? സോളോയിങ് ഇല്ലേ? സോളോയിങ് ഉണ്ടോ? ബ്ലിങ്കിങ് ഗ്യാഗ് അല്ലേ? ഒരിക്കലും ഗ്യാഗ് റിഫ്ലക്സ് ആബ്സെന്റ് ആകാറില്ല. സോ മറക്കരുത്, ഒരിക്കലും ഗ്യാഗ് റിഫ്ലക്സ് ഒരിക്കലും ആബ്സെന്റ് ആകാറില്ല. മറക്കരുത്. ലൈഫ് ലോങ് എപ്പോഴും ഗ്യാഗ് ഉണ്ടായിരിക്കും. അനുഭവം ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഈ പറഞ്ഞ റൗട്ടിലിരുന്നത് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വൊമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സോ ഇന്ന് ഫസ്റ്റ് പഠിച്ചെന്താ? ഇത് റോൾസ് ആയില്ലേ? ആണ്. ആ കുഞ്ഞിനെ ഒരു സൈഡിലോട്ട് ചരിക്കുന്ന സമയത്ത് ഐസ് പുറകോട്ട് പോകും. ഒരു സൈഡിലോട്ട് കുഞ്ഞ് ചരിക്കുന്ന സമയത്ത് ഐസ് പുറകോട്ട് പോറല്ലേ? ഇത് ലാഗ് ചെയ്യാറില്ലേ? ഒരു സൈഡിലോട്ട് കുഞ്ഞ് ചരിക്കുന്ന സമയത്ത് ഐസ് പുറകോട്ട് പോകുമ്പോൾ ഇത് ലാഗ് ചെയ്യാറില്ലേ? സോ അതിന് പറഞ്ഞ ഗ്യാഗ് റിഫ്ലക്സ് പറയല്ല എന്ന് വിളിക്കാം. ഗ്യാഗ് റിഫ്ലക്സ് വിളിക്കാം. അത് എപ്പോ ഡിസപ്പിയർ ആകും? 3 മുതൽ 4 മാസം ആകുമ്പോൾ ഗ്യാഗ് റിഫ്ലക്സ് ഡിസപ്പിയർ അല്ലേ? ശരിയല്ലേ? യെസ്. ഇനി ഒരു ബ്രൈറ്റ് ലൈറ്റോ ഒരു ലൗഡ് നോയ്സ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്സ് എന്താ? ലൗഡ് നോയ്സോ ഓർ ബ്രൈറ്റ് എന്താണ്? ബ്രൈറ്റ് ലൈറ്റ് സമയത്ത് ഉണ്ട റിഫ്ലക്സ് എന്താ? ബ്ലിങ്ക് റിഫ്ലക്സ് അല്ലേ? അത് എപ്പോ ഡിസപ്പിയർ ആവും? ആവും എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. ആവും എപ്പോഴെങ്കിലും ഡിസപ്പിയർ ആകാറില്ല. അതെപ്പോ ചെയ്യും? ഏത് ക്രയൽ നിറവിന്റെ
ഇഞ്ചുറി കാരണം ദ ബ്ലിങ്കിങ് റിഫ്ലക്സ് ഡിസപ്പിയർ ആവും. ഏത് ക്രൈൻ നെർവിന്റെ ഇഞ്ചുറി കാരണം ഈ പറഞ്ഞ ദ ബ്ലിങ്കിങ് റെസ്പോൺസ് 3, 4, 6. അടുത്ത് പഠിച്ചത് എന്താ? ഗ്യാഗല്ലേ. ഈ നമ്മുടെ ഇതിന്റെ ത്രോട്ടിന് ഒരു ഇറിറ്റേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഉമിറ്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഗ്യാഗ് വരത്തില്ലേ? യെസ്, ക്ലിയർ ആയല്ലോ. റിഫ്ലക്സ് ഫുൾ ക്ലിയർ ആയല്ലോ. കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇന്ന് പഠിച്ചതും ബന്ധപ്പെട്ട എല്ലാ റിഫ്ലക്സും ക്ലിയർ അല്ലോ. കഴിഞ്ഞ ദിവസം പഠിച്ചതും ഇന്ന് പഠിച്ചതും ഞാൻ ക്ലാസ് വിളിക്കാം. ക്ലാസ് വിളിക്കാം. ഇതാ കുഴപ്പം. ആരെന്നറിയില്ല ക്ലാസ്സിൽ. ക്ലിയർ എല്ലാം ക്ലിയർ ആയോ? റിഫ്ലക്സ് ക്ലിയർ ആയോ? ഞാൻ ഇത് നോട്ട് കിട്ടിയോ? എഴുതിയ നോട്ട് കിട്ടിയോ? വായിച്ചു എല്ലാവരും? എനിക്ക് എഴുതേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് എഴുതി തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോ, എഴുതേണ്ട ആവശ്യം വേണമെങ്കിൽ എഴുതാല്ലേ. വേണമെങ്കിൽ എഴുതാം. ശരിയല്ലേ? ഓരോ കാര്യം എഴുതിയും കൂടെ തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവുക അല്ലേ? അതാ ലക്ഷ്യം. വിശക്കുന്നു. ഫുഡ് കഴിച്ചു കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് ആയും കഴിച്ചത് കേട്ടോ. അവിടെ നിന്ന് ഫുഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ എന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ പോയില്ലേ? അവിടെ ഫുഡ് പക്ഷെ കഴിക്കാൻ പോയില്ല. അവിടെ ഫുഡ് തരുന്നുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാൻ പോവല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ദ ബ്രസ്റ്റ് ഫീഡിങ്. സ്റ്റാർട്ട് ചെയ്യാം. അത് ഇത് ബ്രേക്ക് വേണോ? ഒരു 2 ബ്രേക്ക് വേണോ? അടുത്ത ചോദ്യം സ്ഥലമാ. അടുത്ത ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. പോകാം. ഒരു ചോദ്യം വരുന്ന ഭാഗമാണ്. ദ ബ്രസ്റ്റ് ഫീഡിങ്, ദ ബ്രസ്റ്റ് മിൽക്ക്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താ ബ്രസ്റ്റ് മിൽക്ക്? എന്താ? അടുത്ത ചാപ്റ്റർ ആണ് ദ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ദ ബ്രസ്റ്റ് മിൽക്ക്. ഒരു ചോദ്യം എപ്പോഴും വരും. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ കേൾക്കെന്താ? ഈ ഒരു ചാപ്റ്റർ ഇത്രയും വർഷം വേണ്ടി കേട്ട ചോദ്യം പറഞ്ഞാട്ടെ. ദ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന ശരിയല്ലേ? ദ ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്രയും വർഷമായി കണ്ട ഫസ്റ്റ് ചോദ്യമല്ലേ ദ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എന്ന് 1992. അതറിയാം. വീണ്ടും ഒരു ചോദ്യമാണ് ദ ബ്രസ്റ്റ് ഫീഡ് ഇൻ ദ വീക്ക് എന്ന അതും ചോദ്യമാണ്. വീക്ക്, ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് ആഗസ്റ്റ് 1 to 7 അല്ലേ? ആഗസ്റ്റ് 1 മുതൽ 7 വരെ അല്ലേ ഫസ്റ്റ് വീക്ക് അല്ലേ? ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. 2 ചോദ്യം ഇപ്പോൾ ഫെമിലിയർ. അത് 2 കാര്യം അറിയാം. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവും ആഗസ്റ്റ് 1 മുതൽ 7 വരെ അറിയാം. 2 അറിയാം. പക്ഷേ ചോദ്യം വരും എന്താ ബ്രസ്റ്റ് മിൽക്ക്? ഞാൻ വളരെ ഇൻഡെപ്തായി പഠിപ്പിക്കും. ഓരോ ഇന്ന് അത് മാത്രം പഠിക്കുന്നുള്ളൂ. എന്താണ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ? എന്താ ഇത്? എത്ര നാൾ കൊടുക്കും? ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ബേബിക്ക് എത്ര കൊടുക്കും? എത്ര പറഞ്ഞേ? മദേഴ്സ് പറഞ്ഞേ, എത്ര നാൾ വരെ കൊടുക്കും? ആദ്യത്തെ 6 മാസമാണോ? ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 6 മാസമാണോ? ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 6 മാസമാണോ? പഠിക്കേണ്ട കാര്യം. പറഞ്ഞേ 6 മാസം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു ഫുഡ് എന്താ? ആ കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന മുമ്പേ വരെ ഒരു കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന മുമ്പേ വരെ ഫുഡ് എന്താ? ഒരു കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന മുമ്പേ വരെ കുഞ്ഞ് ഫുഡ് എന്താ? ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലേ? 6 മാസമല്ലേ? 6 മാസം. വാക്ക് പറയാറുണ്ട് എപ്പോഴും. എക്സ്ക്ലൂസീവ് ദ ബ്രസ്റ്റ് ഫീഡിങ് എത്ര മാസമാ? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. ദ എക്സ്ക്ലൂസീവ് ദ ബ്രസ്റ്റ് ഫീഡിങ് എത്ര മാസം വരെ? 6 മാസമല്ലേ? കുഞ്ഞ് ഫുഡ് കഴിക്കും, വേറെ എന്ത് കഴിക്കുന്നില്ല. വേറെ ഒന്നും കഴിക്കാത്തവരെയും ആ ഫുഡ് എന്താ? ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ലേ? ദ എക്സ്ക്ലൂസീവ് ദ ബ്രസ്റ്റ് ഫീഡിങ് എത്ര മാസം വരെ? 6 മാസം വരെ അല്ലേ? 6 മാസം വരെ കൊടുത്താൽ മതിയല്ലേ? ശരിയല്ലേ?
പക്ഷേ പണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? പണ്ട് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ 2 വർഷം 3 വർഷം 5 വർഷം കിട്ടുന്നുണ്ടോ? പണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മമാർ 2 വർഷം 3 വർഷം 5 വരുന്നുണ്ടോ? സത്യം പറഞ്ഞേ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മമാർ 2 വർഷം 3 വർഷം 5 ഇതിനുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെയല്ല. അല്ലെ, കാലം മാറിയില്ലേ? കാലം മാറിയപ്പോ എന്താണ്? 6 മാസം കറക്റ്റ് എക്സാക്ട് ആയിട്ട് എക്സ്ക്ലൂസീവ് പഠിക്കുന്ന ആൾക്കാരറിയാം. അറിയില്ലേ? ആ 6 മാസം എന്താണ് ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താൽ മതിയുണ്ട്. എപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പഠിക്കണം. എപ്പോഴാണ് എക്സാമിൽ ചോദ്യം വരും, എപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആ സേളിന്നല്ല, എക്സാം ആൻസർ ഉണ്ട്. ആ സേളിന്നല്ല, എളിയൊന്നല്ല, ചോദ്യം അങ്ങനെയൊന്നുമല്ല. ആ ഏളി ഒന്നുമില്ല, എക്സാം ചോദ്യം ഉണ്ട്. കേരള PC എക്സാമിന് ആ ഏളി എന്നൊന്നും ചോദിക്കാറില്ല. ഡെലിവറി കഴിഞ്ഞ് എപ്പോഴാ? ഡെലിവറി കഴിഞ്ഞ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണെങ്കിലും എപ്പോൾ സ്റ്റാർട്ട് ചോദ്യം ഉണ്ടായിരിക്കും. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അവേഴ്സിനകത്താണോ? JPH ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ JPH എക്സാം ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടായിരുന്നോ? കണ്ടോ? ഞാൻ കണ്ടു. JPH മാത്രമല്ല, എനിക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങും ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ചാപ്റ്ററാണ്. ഇത് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞ് കാരണം അറിയാം, പറയേണ്ട അവസ്ഥയില്ലല്ലോ. ചാപ്റ്റർ അല്ലേ പഠിപ്പിക്കുന്നതല്ലേ? എല്ലാം ചാപ്റ്റർ അല്ലേ? ശരിയല്ലേ? എല്ലാം ചാപ്റ്റർ അല്ലേ? ഇത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചാപ്റ്ററാണ്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രം ചാപ്റ്ററാണ്. ഇത് റിഫ്ലക്സ് ചാപ്റ്റർ കഴിഞ്ഞു. കാണുന്നുണ്ടോ? റിഫ്ലക്സ് കഴിഞ്ഞു. ഈ ചാപ്റ്ററാണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇവിടെ നിന്ന് ചോദ്യം വരത്തുള്ളൂ. ഇവിടെ നിന്ന് മാത്രമേ ചോദ്യം വരത്തുള്ളൂ. ഞാൻ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നോർമൽ ഡെലിവറി ആണെങ്കിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഫസ്റ്റ് 1.5 മണിക്കൂർ ശേഷമാണോ? ഫസ്റ്റ് 1 മണിക്കൂർ ശേഷമാണോ? ഫസ്റ്റ് അരമണിക്കൂർ ശേഷമാണോ? ഫസ്റ്റ് 1.5 മണിക്കൂർ ശേഷമാണോ? ഫസ്റ്റ് അരമണിക്കൂറല്ലേ? ഫസ്റ്റ് ഹാഫ് അവേഴ്സ് അല്ലേ? ഫസ്റ്റ് അരമണിക്കൂറല്ലേ? നോർമൽ ഡെലിവറി എപ്പോഴും ഫസ്റ്റ് അരമണിക്കൂറല്ലേ? നോർമൽ ഡെലിവറി എപ്പോഴും ഫസ്റ്റ് അരമണിക്കൂറിനകത്ത് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. ശരിയല്ലേ? നോർമൽ ഡെലിവറി ആണെങ്കിൽ ഫസ്റ്റ് അരമണിക്കൂറിനകത്ത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിങ്. അനുഭവം ഇറക്കില്ലേ? അനുഭവം ഉണ്ടോ? യെസ് പറയുക. അനുഭവം ഉണ്ടോ ആർക്കില്ല? യെസ് മാത്രം പറഞ്ഞാൽ മതി. നോർമൽ ഡെലിവറി ഉണ്ടോ ആരെങ്കിലും? ഉണ്ട്. ഇനി സിസർ എപ്പോഴാ? സിസേറിയൻ എപ്പോഴാ? 4 മണിക്കൂറല്ലേ? C സെക്ഷൻ 4 മണിക്കൂറല്ലേ? അതാരും കൂടെ അനുഭവം. C സെക്ഷന് പോയ അനുഭവം ഉണ്ടോ? C സെക്ഷൻ ആരെങ്കിലും ഉണ്ടോ? അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? C സെക്ഷൻ ഉണ്ട്. നോർമൽ ആണെങ്കിൽ അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ. ശരീരം നോർമൽ ആണെങ്കിൽ ഫസ്റ്റ് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറകത്ത്. 1 മണിക്കൂർ കഴിയാൻ പാടില്ല. മാക്സിമം 30 മിനിറ്റ്. പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂർ. ക്വസ്റ്റ്യൻ എപ്പോഴും 30 മിനിറ്റ് ആടുന്നു. മാക്സിമം അരമണിക്കൂർ എപ്പോഴും ക്വസ്റ്റ്യൻ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എപ്പോഴും നോർമൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ C സെക്ഷൻ ആണെങ്കിൽ 4 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ചോദ്യം വരും, 4 മണിക്കൂർ എപ്പോ സ്റ്റാർട്ട് ചെയ്യും? C സെക്ഷൻ ആണോ നോർമൽ ആണോ ഡെലിവറി ആണോ? 4 മണിക്കൂറത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് C സെക്ഷൻ ആണോ നോർമൽ ആണോ? C സെക്ഷൻ. നോർമൽ ആണ് 30 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റും. പറ്റില്ലെങ്കിൽ 1 മണിക്കൂർ. 1 മണിക്കൂർ ഓർമ്മിക്കണ്ട. അരമണിക്കൂർ ഓർമ്മിച്ചോ. അരമണിക്കൂർ ചോദിക്കത്തുള്ളൂ. 1 മണിക്കൂർ നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യം. ഇപ്പോ അറ്റ് ദ പ്രസന്റ് ടൈമിൽ 1 മണിക്കൂർ നോക്കാറുണ്ട്. പക്ഷെ അരമണിക്കൂർ എപ്പോഴും ക്വസ്റ്റ്യൻ എപ്പോഴും അരമണിക്കൂർ നടത്തുള്ളൂ. കിട്ടിയോ? എത്ര കിട്ടിയോ? ഞാൻ ഓരോ ചാപ്റ്ററായിട്ട് എന്ത് ഡിവൈഡ് വ്യത്യാസം മനസ്സിലാക്കും. ഓരോ കാര്യങ്ങളും ഓരോ ചാപ്റ്ററായിട്ട് ഡിവൈഡ് മനസ്സിലാക്കും. അവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കിട്ടും. ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയി കിട്ടും. നെക്സ്റ്റ് കാര്യം, ദ ടൈപ്സ് ഓഫ് ദ ബ്രസ്റ്റ് മിൽക്ക്. എത്ര ടൈപ്സ് ഉണ്ട്? ദ ബ്രസ്റ്റ് മിൽക്ക് പ്രധാനമായിട്ടും എത്ര ടൈപ്സ് ഉണ്ട്?
ബ്രസ്റ്റ് മിൽക്ക് പ്രധാനമായിട്ട് എത്ര ടൈപ്സ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്? ഇത്രയുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴും പറയാറുള്ള ഭാഗം, ഒരു ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഭാഗം, ദ ടൈപ്സ് ഓഫ് ദ ബ്രസ്റ്റ് മിൽക്ക്. എത്ര ടൈപ്സ് ഓഫ് ദ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്? ആലോചിച്ച്, ഓർമ്മിച്ച്, ചിന്തിച്ച് നോക്കി. സമാധാനം. അറിയാം അവർക്ക്? ഇല്ലെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ പറയുക, അറിയില്ലെങ്കിൽ ഇല്ല. ഓപ്പടെ പറയുക, ഓപ്പടെ അറിയില്ല, ഇല്ല, അറിയില്ല. പഠിക്കാം, അറിയില്ലെങ്കിൽ പഠിക്കാം, പഠിക്കാൻ വേണ്ടി പഠിക്കാം. അത് ചാപ്റ്റർ ആണ്. ദ ടൈപ്സ് ഓഫ് ദ ബ്രസ്റ്റ് മിൽക്ക് നോക്കുമ്പോൾ അതിൽ എപ്പോഴും ഫസ്റ്റ് വരുന്ന മിൽക്ക് ഏതാ? ഫസ്റ്റ് വരുന്ന മിൽക്കിനെ പറഞ്ഞ പേരെന്താ? இந்த കൊളസ്ട്രോം അല്ലേ? இந்த ടൈപ്സ് ഓഫ് ദ ബ്രസ്റ്റ് മിൽക്ക് പഠിക്കും, ഫസ്റ്റ് വരുന്ന മിൽക്ക് എന്ന് വിളിക്കാം இந்த കൊളസ്ട്രോം അല്ലേ? അല്ലേ? കൊളസ്ട്രോം, കൊളസ്ട്രോം, കൊളസ്ട്രോം. അതറിയാലേ, പേരറിയാം, കൊളസ്ട്രോം. ഫസ്റ്റ് വരുന്ന മിൽക്കിന് എപ്പോഴും കൊളസ്ട്രോം എന്ന് പറയാം. ആ കൊളസ്ട്രോമിന് വേറെ പേരുണ്ട്, ദ പ്രൊട്ടക്റ്റീവ് മിൽക്ക് എന്നും വിളിക്കാറുണ്ട്. കൊളസ്ട്രോമിന് എപ്പോഴും ദ പ്രൊട്ടക്റ്റീവ് മിൽക്ക് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. മറക്കല്ല, അത് പേര് മറക്കല്ല കേട്ടോ. കാരണം ഇത് കൊളസ്ട്രോം മാത്രം പഠിച്ചുകൊണ്ട് പോകും. ദ കൊളസ്ട്രോമിന് എപ്പോഴും മറ്റൊരു പേരുണ്ട്, എന്താ? ദ പ്രൊട്ടക്റ്റീവ് മിൽക്ക് എന്നും മറ്റൊരു പേരുണ്ട്. കൊളസ്ട്രോം അല്ലെങ്കിൽ ദ പ്രൊട്ടക്റ്റീവ് മിൽക്ക് എന്നും വിളിക്കാറുണ്ട്. എന്താ കളർ? എന്താ കളർ? എന്താ? പച്ചയാണോ, നീലയാണോ, മഞ്ഞയാണോ, വെള്ളയാണോ? എന്റെ കളർ എന്താ? അറിയാൻ പറഞ്ഞേ. കൊളസ്ട്രോൾ കളർ യെല്ലോ അല്ലേ? യെല്ലോ, 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 യെല്ലോ. ഇനി എങ്ങനെയാ അതിന്റെ നാച്ചുറൽ എങ്ങനെയാ? അത് കട്ടിയുള്ളതാണോ ഓർ ലൂസ് ആണോ? കട്ടിയുള്ളതാണോ? എന്നാൽ തിക്കല്ലേ? നല്ല യെല്ലോ കളറായിട്ടുള്ള, നല്ല തിക്കായിട്ടുള്ള യെല്ലോ കളറും ഉണ്ട്, നല്ല തിക്കായിട്ടുള്ളേ. രണ്ട് കാര്യം പിടിക്കരുത്. കൊളസ്ട്രോം എന്ന് പറയുമ്പോൾ നല്ല യെല്ലോ കളറാണ്, ഇത് തിക്കാണ്. അനുഭവം കൊണ്ട് അറിയാലോ, യെല്ലോയുമാണ് ഇത് തിക്കുമാണ്. എപ്പോ സെക്രേറ്റ് ചെയ്യും? കൊളസ്ട്രോം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന മിൽക്കാണെന്ന് അറിയാം, നല്ല യെല്ലോ ആണെന്ന് പറഞ്ഞു, നല്ല തിക്കാണെന്ന് പറഞ്ഞു. ഇനി എപ്പോ സെക്രേറ്റ് ചെയ്യും? ചോദ്യതാണ്. ആഫ്റ്റർ ദ ഡെലിവറി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് 3 ഡേയ്സിനകത്താണോ? ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഫസ്റ്റ് 3 ദിവസത്തിനകത്ത് വരുന്ന മിൽക്കിനെ പറയുന്ന പേരെന്താ? അതാണ് ചോദ്യം. ഡെലിവറി കഴിഞ്ഞാൽ ഫസ്റ്റ് 3 ദിവസത്തിനകത്ത് വരുന്ന മിൽക്കിനെ പറയുന്ന പേരെന്താ? കൊളസ്ട്രോം അല്ലേ? അല്ലെ? ആഫ്റ്റർ ദ ഡെലിവറി ശേഷം ആദ്യത്തെ 3 ദിവസമാകുമ്പോൾ വരുന്ന യെല്ലോ ആയിട്ടുള്ള തിക്കായിട്ടുള്ള മിൽക്കിനെ നമ്മൾ പറഞ്ഞ പേരെന്താ? ഡെലിവറി കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് വരുന്ന ആദ്യത്തെ 3 ദിവസം വരുന്ന യെല്ലോ ആയിട്ടുള്ള തിക്കായിട്ടുള്ള മിൽക്കിനെ പറഞ്ഞ പേരെന്താ? കൊളസ്ട്രോം എന്ന് പറയല്ലേ? ആൾസോ കോൾഡ് ദ പ്രൊട്ടക്റ്റീവ് മിൽക്ക് എന്നും പറയാറുണ്ട്. കിട്ടിയോ? എത്ര കിട്ടിയോ? കിട്ടിയോ? എന്തുകൊണ്ടാ ഇതിനെ പ്രൊട്ടക്റ്റീവ് പറയുന്നത്? പ്രൊട്ടക്റ്റീവ് കാരണമുണ്ടോ? പ്രൊട്ടക്റ്റീവ് എന്ന കാരണമുണ്ടോ? ചുമ്മാ വിളിക്കുന്ന പേര് ഇങ്ങനെ എന്തോ കാരണമുണ്ടോ? ആ പറയാൻ പ്രൊട്ടക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്താ? പ്രൊട്ടക്റ്റീവ് കാരണം പ്രൊട്ടക്റ്റീവ് ആന്റിബോഡീസ് ആണോ? ചോദ്യതായിരിക്കും. ഏത് ആന്റിബോഡി ഉണ്ട്? ഏത് ആന്റിബോഡി ഉണ്ട്? കൊളസ്ട്രോമിലുള്ള ആന്റിബോഡി ഏതാ? കൊളസ്ട്രോമിനകത്തുള്ള ആന്റിബോഡി ഏതാ? കേരള PSC എക്സാം ഈ ചോദ്യമാണ്. കൊളസ്ട്രോം IgA അല്ലെ? കൊളസ്ട്രോം ഉണ്ട്. IgA കൊളസ്ട്രോമിലാണെങ്കിൽ IgA ഉണ്ട്. കൊളസ്ട്രോം ആണെങ്കിൽ IgA ഉണ്ട്. അതല്ലേ ഇത് പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി. IgA എപ്പോഴും പ്രൊട്ടക്റ്റീവ് ആന്റിബോഡിയാണ്. അതുപോലെ തന്നെ IgA പോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്. ഫാറ്റ് സോൾയുബിൾ വൈറ്റമിൻസ് ഇതൊക്കെ ഉണ്ട്. കൊളസ്ട്രോമിനകത്ത് ഈ പറഞ്ഞ IgA പോലെ തന്നെ ഫാറ്റ് സോൾയുബിൾ
വൈറ്റമിൻസ് ഇതൊക്കെയുണ്ട്. എവിടെയെങ്കിലും ADEK ഉണ്ടോ? ADK ADK വൈറ്റമിൻ ADE ആണോ? ADK ഉണ്ടോ? ചോദ്യം വരും. ഫസ്റ്റ് വരുന്ന മിൽക്കിനകത്ത് കൊളസ്ട്രോളിനകത്തുള്ള വൈറ്റമിൻസിന്റെ പേരൊക്കെ ചോദ്യം വരും. ഫസ്റ്റ് വരുന്ന മിൽക്കായ കൊളസ്ട്രോളിനകത്തുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാ? വൈറ്റമിൻ ADEK ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയ ADEKയും അതുപോലെ തന്നെ എന്താണ് ആന്റിബോഡിയായ IgAയും എപ്പോഴും കൊളസ്ട്രോളിനകത്തുണ്ട്. ഇത്ര ക്ലിയർ. ഒരാളുടെ ഡെലിവറിക്ക് ശേഷം എപ്പോഴും ഫസ്റ്റ് 3 ദിവസം മിൽക്കിന് പേര് എന്താ ഡെലിവറി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് 3 ദിവസം ആകുമ്പോൾ വരുന്ന മിൽക്കിന്റെ പേര് കൊളസ്ട്രോമാണ്. അതിന്റെ യെല്ലോ ആണ്, അത് തിക്കായിരിക്കും. അതിനകത്ത് എപ്പോഴും ആന്റിബോഡീസ് ആയ IgAയും അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആയ ADEKയും കാണും. ക്ലിയർ? ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് എവിടെയെങ്കിലും പ്രീ കൊളസ്ട്രോൾ മാറ്റർ ഉണ്ടോ? പ്രീ കൊളസ്ട്രോൾ ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് എവിടെയെങ്കിലും പ്രീ കൊളസ്ട്രോൾ വാക്ക് ചില ഏതെങ്കിലും പണ്ട് കാലത്തുള്ള ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കാണാം. പ്രീ കൊളസ്ട്രോൾ ഉണ്ടോ? പഠിക്കുകയില്ല എങ്കിൽ ഞാൻ എല്ലാം പഠിപ്പിക്കും. പഴയ ഒരു 6-7 വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞാൽ, പണ്ടത്തെ ബുക്ക് കഴിഞ്ഞാൽ പ്രീ കൊളസ്ട്രോൾ വാക്കുണ്ട്. രാഗിക്കറിയാം. രാഗി ഇത് കോളേജ് പഠിപ്പിക്കുന്നില്ലേ? അറിയാലോ. രാഗി അസിസ്റ്റന്റ് പ്രൊഫസറാണ്, കോളേജിൽ പഠിപ്പിക്കുന്നത്. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രീ കൊളസ്ട്രോൾ എന്ന വാക്കുണ്ട്. പഴയ ബുക്ക് രാഗിക്കറിയായിരിക്കും. രാഗി പണ്ടത്തെ ഒരു 6 വർഷം മുമ്പ് ഉള്ളത് ടെക്സ്റ്റ് ബുക്ക് അറിയാം. അവിടെ എവിടെയെങ്കിലും പ്രീ കൊളസ്ട്രോൾ ഉണ്ട്. രാഗി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പണ്ട് എവിടെയെങ്കിലും പ്രീ കൊളസ്ട്രോൾ എന്നൊരു വാക്ക് ഏതെങ്കിലും ബുക്കിനകത്ത് കണ്ടിട്ടുണ്ടോ? പണ്ട്. ഇപ്പോഴും ബുക്കില്ല. പണ്ടുണ്ടോ? ഉണ്ട്. ദത്തിലുണ്ടല്ലേ? ഉണ്ട്. പഠിക്കണം. എന്താ പ്രീ കൊളസ്ട്രോൾ? പ്രീ കൊളസ്ട്രോൾ എന്താ? ഇതെപ്പോ വരും? ഡെലിവറിക്ക് ശേഷമാണോ മുൻപാണോ? പ്രീ കൊളസ്ട്രോൾ എന്ന ആരും പഠിച്ചിട്ടില്ലായിരിക്കും, എങ്കിലും ഓർമ്മിക്കണം. ജസ്റ്റ് ഓർമ്മിച്ചാൽ മാത്രം മതി. പ്രീ കൊളസ്ട്രോൾ വരുന്നത് ഡെലിവറിക്ക് മുൻപാണോ ശേഷമാണോ? ഡെലിവറി മുമ്പായിട്ട് ഇത് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് വരാറുണ്ടോ? ഡെലിവറിക്ക് മുമ്പായിട്ട് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് വരാറുണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഡെലിവറിക്ക് മുമ്പായിട്ട് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് വരാറുണ്ടോ? ഉണ്ട്. എന്തായിരിക്കും? തിക്കായിട്ടുള്ള ഇത് യെല്ലോ, ലെമൺ, ലിക്വിഡ് അല്ലേ? പ്രഗ്നൻസിയുടെ സെക്കൻഡ് ഹാഫ് വരാൻ സമയത്തല്ലേ? പ്രഗ്നൻസിയുടെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴല്ലേ? പ്രഗ്നൻസിയുടെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ എപ്പോഴാ? പ്രഗ്നൻസിയുടെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ഒരു സെക്രീഷൻ വരാറില്ലേ? പ്രഗ്നൻസിയുടെ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ മാത്രം ഒരു സെക്രീഷൻ വരാറില്ലേ? അല്ലേ? കൊളസ്ട്രോൾ പോകാനുള്ള സെക്രീഷൻ അല്ലേ? വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല, പക്ഷെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എപ്പോഴും ഉണ്ടാവില്ലേ? യെല്ലോ, ലെമൺ കളറായിട്ടുള്ള സെക്രീഷൻ ഉണ്ടാവുമല്ലോ. പ്രഗ്നൻസിയുടെ സെക്കൻഡ് ഹാഫ് ആകും എപ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എപ്പോഴും ഒരു സെക്രീഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഓർമ്മിച്ചാൽ മാത്രം മതി. പ്രീ കൊളസ്ട്രോൾ സെക്രീഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. കുഞ്ഞ് ജനിക്കും മുമ്പേ സെക്കൻഡ് ഹാഫ് പ്രഗ്നൻസി എപ്പോഴും പ്രീ കൊളസ്ട്രോൾ ഉണ്ടാകാറുണ്ട്. ക്ലിയർ? അറിയില്ല? പഠിച്ചോ? അറിഞ്ഞിരിക്കുന്നതൊക്കെ. ക്ലിയർ? യെസ്. പക്ഷെ ഇത് പഠിക്കുമ്പോ നോർമൽ ബ്രസ്റ്റ് മുകളിൽ കൊണ്ടുവരണം കേട്ടോ. പഠിക്കുമ്പോൾ എപ്പോഴും ഇത് പ്രീ കൊളസ്ട്രോൾ ഇല്ലേ? പ്രീ കൊളസ്ട്രോൾ എപ്പോഴും ബ്രസ്റ്റ് മുകളിൽ കൊണ്ടുവരണ്ട. ഓക്കെ? ഒരിക്കലും ഇത് കൊളസ്ട്രോൾ എക്സ്പ്രസ് ശരിയാണ് ഒരിക്കലും. പക്ഷെ ഇതൊരു ഇത് ബ്രസ്റ്റ് മിൽക്കോട്ടില്ലേ കൊണ്ടുവരണം കേട്ടോ. ഒരിക്കലും ഇതൊരു ബ്രസ്റ്റ് മിൽക്കായിട്ട് കണക്ക് കൂട്ടണ്ട. ഓക്കെ? സോ
ഫസ്റ്റ് കൊളസ്ട്രോൾ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് കൊളസ്ട്രോൾ ക്ലിയർ ആയി, അതിനകത്തുള്ള എന്ത് ക്ലിയർ ആയി? ആന്റിബോഡി IgA ഉണ്ട്, വൈറ്റമിൻ A, D, K ഉണ്ട്. അത്രയും ക്ലിയർ ആയെങ്കിൽ നെക്സ്റ്റ് ഈസ് ട്രാൻസിഷൻ മിൽക്ക്. രണ്ടാമത് മിൽക്ക് ഏതാ? രണ്ടാമതായിട്ട് വരുന്ന ബ്രസ്റ്റ് മിൽക്ക് ഏതാ? ട്രാൻസിഷൻ മിൽക്ക്. സെക്കൻഡ് ഏതാ? ട്രാൻസിഷൻ മിൽക്ക്. സ്റ്റാർട്ട് ചെയ്തേ. സ്മാർട്ട് ബ്രേക്ക് കേട്ടെ, ഒരു 2 മിനിറ്റ് ബ്രേക്ക് കേട്ടെ, 5 മിനിറ്റ് കേട്ടെ, 5 മിനിറ്റ് ബ്രേക്ക് കേട്ടെ. ശബ്ദം പോയി, ശബ്ദം പോയി. ബ്രേക്ക് കേട്ടെ. സമയത്തിലായി, സമയത്തിലായി, സമയത്തിലായി. സമയം സമയം കറക്റ്റ് 9:20 9:20 9:20 അങ്ങനെ. അപ്പൊ 9:25 കേട്ടോ, 9:20 ബ്രേക്ക് കേട്ടോ, 9:25 ബ്രേക്ക് കേട്ടോ, 9:25 ബ്രേക്ക് കേട്ടോ, 9. കേട്ടോ.
സ്റ്റഡിയാം സ്റ്റഡിയാവും 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 സ്റ്റഡിയാം ഇപ്പോൾ എക്സാം പാസ്സാകുമ്പോഴേ എക്സാം പാസ്സാകുമ്പോ സമയത്തെ ഇപ്പൊ നിങ്ങളെല്ലാം ഇരിക്കില്ലേ, എനിക്കൊരു പാക്കറ്റ് പേന വാങ്ങിച്ചു കേട്ടോ. എക്സാം പാസ്സാകുമ്പോ എല്ലാവരും എനിക്ക് ഒരു പാക്കറ്റ് പേന വാങ്ങിച്ചു ഗിഫ്റ്റ് ആയിട്ട്. ഒരു പാക്കറ്റ് പേന, വേറെ 2 rupees പേന ഇല്ലേ, 2 or 3 rupees പേന അയച്ചു തരയ്ക്കും. എക്സാം പാസ്സാകുന്ന സമയത്ത് ആരെങ്കിലും ഒരു 2 rupees 3 rupees പേന അതിന്റെ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരൂടെ. ജസ്റ്റ് വലിയ കൂടിയ പേരൊന്നും വേണ്ട. വേറെ ജസ്റ്റ് 3 rupees അറിയാൻ മറക്കിയ പേന, ആ പേർ മറക്കരുത്. ആ പേന അറിയാൻ മറക്കരുത്. ആ പേന അറിയാമോ? ജസ്റ്റ് 3 rupees പേന, ജസ്റ്റ് 3 രൂപയുടെ പേന അറിയാമോ? ജസ്റ്റ് 3 രൂപ ഉള്ള പേന അറിയാമോ? അറിയാമോ ആർക്കെങ്കിലും? അറിയാമല്ലർക്കും? ജസ്റ്റ് 3 രൂപ ഉള്ള പേന എനിക്ക് അത് വാങ്ങിച്ച് എല്ലാവരും അയച്ചു തരണം. കാരണം ഞാൻ എഴുതുന്ന കാര്യം ഇനി വരാൻ പോകുന്ന എക്സാമിന് അടുത്തുള്ള ആൾക്കാർക്ക് ഉപകരിക്കണം. ഞാൻ എഴുതാറുണ്ട്. പേന വാങ്ങിച്ചെല്ലാവരും വാങ്ങിച്ചല്ലോ. 6 പേന നമ്മൾ കുഴപ്പമുണ്ടോ അവിടെ? പേന ഇല്ല, വാങ്ങിച്ചോട്ടെ എനിക്ക് പേന. അതിൽ കൂടി വരുന്നുണ്ട്. ജസ്റ്റ് 3 പേനല്ലേ, ജസ്റ്റ് 3 പേന ജസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചല്ലോ. വാങ്ങിച്ചല്ലോ 3 പേന വാങ്ങിച്ചത്. ഇഷ്ടം അതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടം വലിയ കൂടിയ പേന ഇഷ്ടമല്ല, ചെറിയ പേന, കുറഞ്ഞൊരു പേന. കാരണം ഒരുപാട് ഇതാണ്. ആരും യൂസ് ചെയ്യാറുണ്ടോ ഒരു പേന? ആരെങ്കിലും ആ പേന യൂസ് ചെയ്യാറുണ്ടോ? ജസ്റ്റ് 3 rupees പേന യൂസ് ചെയ്യാറുണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ജസ്റ്റ് 3 rupees പേന. ഞാൻ എപ്പോഴും യൂസ് ചെയ്ത കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് എഴുതാറുണ്ട്. ഞാൻ ഒരുപാട് എഴുതുന്ന ആളാണ്. ഒരു ദിവസം 8 മണിക്കൂർ എഴുതാറുണ്ട്. 8 മണിക്കൂർ എഴുതുന്ന ആൾക്കാണ്. എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാം നോക്കി, അടുത്തുള്ള എല്ലാ ബുക്കും നോക്കി ഒരുപാട് റെഫർ ചെയ്ത് എഴുതുന്ന ആളാണ് ഞാൻ. ജസ്റ്റ് 3 rupees തന്നെ യൂസ് ചെയ്യാം. ഒരു പാക്കറ്റ് ആക്കുന്നത്. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് അയക്കുമല്ലോ. ഗിഫ്റ്റ് ആയിട്ട് അയക്കോ. ഞാൻ എല്ലാ എക്സാമിനും ഈ സമയമാകുമ്പോഴേ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലാ എക്സാമിനും അറിയാലോ. ഈ പറയുന്ന പലർക്ക് അറിയായിരിക്കും. ഞാൻ ചോക്ലേറ്റ് പിന്നെ അറിയാലോ. മിക്കവാറും അറിയായിരിക്കും. ചോക്ലേറ്റ് പേനയൊക്കെ എല്ലാം ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇത് അബ്രോഡുകൾക്കടുത്ത് പേന ചോക്ലേറ്റ് ചോദിക്കാറുണ്ട്. അറിയായിരിക്കും അല്ലേ? എക്സ്ട്രാ എക്സ്ട്രാ എപ്പോഴയക്കാം നല്ലത്. സോ ദ കൊളസ്ട്രോം കിട്ടിയോ? ദ കൊളസ്ട്രോം ക്ലിയർ ആയോ? ദ കൊളസ്ട്രോം എന്ന് പറയുമ്പോഴും ദ പ്രീ ടൈം ഇവിടെ കൊണ്ടുവരരുത്. കൊളസ്ട്രോം എന്ന് പറയുമ്പോഴും ദ പ്രീ ടൈം കൊണ്ടുവരരുത്. ദ പ്രഗ്നൻസി മുമ്പുള്ള ഏതാ? പ്രഗ്നൻസിക്ക് മുമ്പുള്ള ആരാ? ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ പ്രഗ്നൻസി ആരാ? സെക്കൻഡ് ഹാഫ് ഓഫ് ദ പ്രഗ്നൻസി ആര് വരും? പ്രീ അല്ലേ? ആ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരരുത് കേട്ടോ. ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുവരരുത്. കൊളസ്ട്രോം കഴിഞ്ഞാൽ അടുത്ത് പഠിക്കേണ്ടത് മിൽക്ക് ഏതാ? ഫസ്റ്റ് കൊളസ്ട്രോം വരുന്നു, സെക്കൻഡ് വരുന്ന ആരാ? ട്രാൻസിഷൻ അല്ലേ? ഫസ്റ്റ് കൊളസ്ട്രോം വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്ന ആരാ? ഫസ്റ്റ് കൊളസ്ട്രോം ആണെങ്കിൽ സെക്കൻഡ് വരുന്ന ഏതാ? ട്രാൻസിഷണൽ മിൽക്ക് അല്ലേ? ട്രാൻസിഷൻ എപ്പോഴാ വരുന്നത്? മറ്റേ എപ്പോഴാ? കൊളസ്ട്രോം എപ്പോഴാ? ഫസ്റ്റ് 3 week ആണോ? 3 days ആണോ? കൊളസ്ട്രോം വരുന്നത് ഫസ്റ്റ് 3 days അല്ലേ? കൊളസ്ട്രോം വരുന്നത് എപ്പോഴും ഫസ്റ്റ് 3 days അല്ലേ? ഡേയ്സിലാണ്. ട്രാൻസിഷൻ മിൽക്ക് വരുന്നത് എപ്പോഴാണ്? ട്രാൻസിഷൻ മിൽക്ക് എപ്പോഴും
ചോദ്യം വരും, ചോദ്യം വരും, കറക്റ്റ് എക്സാം ചോദ്യം വരും, എക്സാക്റ്റ് ആയിട്ട് ചോദിക്കും. 4 to 14 days. ഫസ്റ്റ് 1 മുതൽ 3 വരെ ആരാ? ഫസ്റ്റ് 1 മുതൽ 3 ഡേയ്സ് ആരാ? ഫസ്റ്റ് 1 മുതൽ 3 ഡേയ്സ് ആരാ? കൊളസ്ട്രോം. 4 മുതൽ 14 വരെ ആരാ? ഫസ്റ്റ് 1 മുതൽ 3 വരെ കൊളസ്ട്രോം എങ്കിൽ 4 മുതൽ 14 വരെ ആരാ? 4 മുതൽ 14 ആരാ? ആരാ? ട്രാൻസിഷൻ. വെയിറ്റ് കേൾക്കാൻ പറ്റില്ലല്ലോ. ട്രാൻസിഷൻ അല്ലേ? ട്രാൻസിഷൻ. യെസ്. ചോദ്യം വരും ഇവിടെ, ചോദ്യം വരും. സിമ്പിൾ ചോദ്യമായിരിക്കും. ഫസ്റ്റ് 1 മുതൽ 3 ഡേയ്സ് വരുന്ന മിൽക്കിന്റെ പേരെന്താ? ഫസ്റ്റ് 1 മുതൽ 3 ഡേയ്സ് വരുന്ന മിൽക്കിന്റെ എന്താ? കൊളസ്ട്രോം. 4 ഡേ തൊട്ട് 14 ഡേ വരെ ആയിരിക്കും ട്രാൻസിഷൻ. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ടോ? കേൾക്കുന്നതും കാണുന്നതും ഉണ്ടല്ലോ. ഉണ്ടോടെ? ഉണ്ടല്ലോ. എപ്പോഴാ വരുന്നത്? ഡെലിവറി കഴിഞ്ഞ് 4 മുതൽ 14 ദിവസത്തിനകത്തല്ലേ? 4 മുതൽ 14 ദിവസത്തിനകത്ത് സെക്കൻഡ് മിൽക്ക് എന്താ? 4 മുതൽ 14 ദിവസത്തിനകത്ത് വരുന്ന മിൽക്കിന്റെ പേരെന്താ? ചോദ്യം വരും. 4 മുതൽ 14 ദിവസത്തിനകത്ത് മിൽക്ക് ഏതാ? ട്രാൻസിഷൻ മിൽക്ക് അല്ലേ? ചിലപ്പോൾ എക്സാമിൽ ചോദിക്കും. ദിവസം ചോദിക്കില്ല. ദ സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറിക്ക് ശേഷം വരുന്ന മിൽക്കിനെ പെടുന്ന എക്സാമിൽ ചോദിക്കുന്ന ഇതാണ്. സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറിക്ക് ശേഷം വരുന്ന മിൽക്ക് ഏതാ? സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറി കഴിഞ്ഞ് വരുന്നതാ? ട്രാൻസിഷൻ അല്ലേ? ആഫ്റ്റർ. ചോദ്യം ധരിക്കും. നിങ്ങൾ ഇപ്പോൾ കാണാൻ പഠിച്ചു 4 പക്ഷെ ചോദ്യം പറഞ്ഞത് എങ്ങനെയാ? സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറിക്ക് ശേഷം വരുന്ന മിൽക്കിന്റെ പേരെന്താ? അതാ ചോദ്യം. നിങ്ങൾ ചോദ്യം പഠിക്കുന്നത് 4 തൊട്ട് 14 പഠിക്കും. പക്ഷെ എക്സാമിൽ ചോദിക്കും 4 ഉം 14 ചോദിക്കില്ല. 4 ഉം 14 ചോദിക്കാതെ സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറിക്ക് ശേഷം വരുന്ന മിൽക്കിന്റെ പേരെന്താ? ചോദ്യം വരും. ഏതാ? രണ്ടാഴ്ച. 14 എന്ന് പറയുമ്പോൾ 2 14 മീൻസ് 2 7 + 7 14 2 ട്രാൻസിഷൻ അല്ലേടേ? പറയടേ. ഞാൻ നിങ്ങൾ ഒരുപോലെ പറയുന്ന കാര്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ഗൗരവമായിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും പറയാറില്ലല്ലോ. ഫ്രീ ആയിട്ട് എപ്പോഴും സംസാരിക്കില്ലേ? ഫ്രീ ആയിട്ട് എപ്പോഴും സംസാരിക്കുന്ന ആളാണ് അല്ലേ? ഫ്രീ ആയിട്ട് പഠിക്കടേ. പഠിച്ച് പാസ്സാവടെ പറയാറുണ്ട്. ഇപ്പൊ അടുത്ത ഫാമിലി യാത്ര പോകും. ഫാമിലി ആയിട്ട് യാത്ര പോകും. അടുത്ത ടൂർ എപ്പോഴും ഫാമിലി ആയിട്ട് പറഞ്ഞു. എല്ലാം പറഞ്ഞു. അടുത്ത ഫാമിലി ആയിട്ട് നാളെ നാളെയല്ലോ. എവിടെ പോണം? നാളെ പോണം. നാളെ പോണം. വയനാട് ആണോ? വയനാട്. വേറെ പോട്ടോ. അടുത്ത പോകുന്നതായിരിക്കും. അടുത്തരി പോകുന്നുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നാളെയും പെട്ടെന്നുള്ളൂ. ഇന്ന് ബസ്സിൽ കയറി ഒരു സൈഡ് സീറ്റ് പിടിച്ച് അരമണിക്കൂടെ പോട്ടോ. യാത്ര ഇല്ലെങ്കിലും ആര് കൊണ്ടുപോയില്ലെങ്കിലും ബസ്സിൽ കയറി അരമണിക്കൂർ സൈഡ് സീറ്റ് പിടിച്ച് എവിടെയെങ്കിലും പോയിട്ടൊരു അരമണിക്കൂർ പോയിട്ടൊരു അരമണിക്കൂറിനെങ്കിലും യാത്ര പോകാൻ പറ്റിയില്ലെങ്കിലും അരമണിക്കൂറോളം സൈഡ് സീറ്റ് പിടിച്ച് ഏതെങ്കിലും ബസ്സിൽ കയറി വലിഞ്ഞു കയറുക. അരമണിക്കൂർ പോകുമോ? അരമണിക്കൂർ 1 മണിക്കൂർ പോകുമോ? ആണെങ്കിലും പോണം.
ഇരിക്കരുത് വെറുതെ ഇങ്ങനെ. വീടിനകത്ത് ഇത് ബുക്കും ടെക്സ്റ്റുമായിട്ട് ഇരിക്കരുത്, പോകുക. ജോലി വീട് കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കരുത്. ജോലി വീട് കുഞ്ഞ് പഠനം എന്നുമായിട്ട് ഇരിക്കരുത്. അരമണിക്കൂർ ഏതെങ്കിലും ബസ്സിൽ കയറി അരമണിക്കൂർ പോവും. എത്ര പോവും? ഇത് ബസ്സിൽ പൈസ പറയട്ടോ, ഞാൻ അയച്ചത്. ബസ്സിൽ പൈസ ഇല്ലെങ്കിൽ പറയുക, ഞാൻ അയച്ചത്. പോടെ എല്ലാവരും പറയണേ, വാക്ക് പറയട്ടെ, പോ. ആരും പറഞ്ഞു തരും ഇതൊക്കെ. ഇന്ന് ആരും പറയില്ല, ഇന്ന് ആരും പറയില്ലെന്നു, ഞാൻ മാത്രമേ പറയുള്ളൂ. അരമണിക്കൂറിനെ പൊട്ടുള്ളൂ. അരമണിക്കൂർ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരുന്നിട്ട് ആലോചിക്കുന്നു. ആ യാത്ര പോകുന്നത് ആലോചിക്കില്ലേ? യാത്ര പോകുമ്പോൾ തന്നെ തന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ആലോചിക്കും. തന്റെ പാസ്റ്റും തന്റെ പ്രസന്റും തന്റെ ഫ്യൂച്ചറും ആലോചിക്കുമോ? ഒരു യാത്ര പോകുമ്പോൾ തന്നെ തന്റെ പാസ്റ്റും തന്റെ പ്രസന്റും തന്റെ ഫ്യൂച്ചറും ആലോചിക്കണം. യാത്ര പോവുക, അല്ലാതെ ഒരുപോലെ ഇരിക്കരുത്. ഇത് പോവാരെങ്കിലും പറഞ്ഞോട്ടെ, ആരും പോവും. ഒറ്റയ്ക്ക് അരമണിക്കൂർ പോവും. അരമണിക്കൂർ പോവാരെങ്കിലും എവിടെ പറഞ്ഞു നോക്കട്ടെ. ആരും പോവും. അരമണിക്കൂർ ബസ് കയറി. ബസ്സിൽ വേറെ വേണ്ട, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. ഞാൻ ബസ് എടുപ്പട്ടത്. ബസ് കാർ വേണ്ട, ബസ്. കാറിൽ പോയാൽ ഞാൻ കാറും വേണ്ട, ബസ് നല്ലത്. പറഞ്ഞേ, 46 പറഞ്ഞേ. ബസ്സിൽ പോവോ? ആ ബസ്സിൽ കയറി സൈഡ് സീറ്റ് ഇരുന്നു കൊണ്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് ഒരു യാത്ര എല്ലാം കണ്ടുകൊണ്ട് ആലോചിക്കുക. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ആലോചിക്കുക. സ്വന്തമായി സമയം എടുത്തല്ലേ പറ്റില്ല കുഞ്ഞെ. സ്വന്തമായി ഹാപ്പി ആയി കഴിഞ്ഞാൽ അത് ഇപ്പൊ കുട്ടികൾ, ഫാമിലി ഒരു റൂമിനെത്തപ്പല്ലേ. സ്വന്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടികൾ, ഇപ്പൊ ഫാമിലി ഒരു റൂമിലല്ലേ. ഒരു 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 സർക്കിൾ അല്ലേ അത്? ഒരു സർക്കിൾ അല്ലേ? ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്കല്ലേ? ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്കാണ്. ഫാമിലി കുട്ടിയല്ലേ? ഫാമിലി കുട്ടിയെ ഒറ്റയ്ക്ക് സർക്കിളില്ലേ? ആ സർക്കിൾ ബ്രേക്ക് ചെയ്യുക. ഇതുവരെയുള്ള സർക്കിളില്ലേ? ഇത്രയും വർഷം പോവുക സർക്കിളില്ലേ? സർക്കിൾ മീൻസ് എന്താണ്? ഫാമിലി, കുട്ടി, ജോലി, കുടുംബം അല്ലേ? അത് ബ്രേക്ക് ചെയ്യണം. ഫാമിലി, കുട്ടി എന്ന് പറയുന്ന സർക്കിളില്ലേ, അത് ബ്രേക്ക് ചെയ്യും. ഫാമിലി, കുട്ടി, സർക്കിൾ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോവുക. ഒറ്റയ്ക്ക് പോവുക. അരമണിക്കൂർ. ഡാൻസ് പാട്ടം വേണ്ട, ഒറ്റയ്ക്ക് ആലോചിക്കുക. പാസ്റ്റ് എന്താണ്, പ്രസന്റ് എന്താണ്, എന്റെ ഫ്യൂച്ചർ എന്താണ്. അവിടെ ഇരുന്ന് ആലോചിക്കുക. എന്റെ പാസ്റ്റ് എന്താണ്, എന്റെ പ്രസന്റ് എന്താണ്, എന്റെ ഫ്യൂച്ചർ എന്താണ്. ആലോചിക്കൂ. ആ സൈഡ് പാത്തിരുന്നുകൊണ്ട് എന്റെ പാസ്റ്റ് എന്താണ്, എന്റെ ഫ്യൂച്ചർ എന്താണ്, എന്റെ പ്രസന്റ് എന്താണ്. ഒറ്റയ്ക്ക് ഇത്ര ദിവസം ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരല്ലേ, ഒരു ദിവസം അരമണിക്കൂർ സ്പെൻഡ് നോക്കുക. മനസ്സിലാകും. യാത്രയിൽ പോയിട്ട് മെസ്സേജ് കേട്ടോ. യാത്രയിൽ പോയ ശേഷം പോകുമ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നത്. ഞാൻ എപ്പോഴും ഇത് ക്ലാസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ് മാത്രമല്ല, ചില ലൈഫ് എക്സ്പീരിയൻസ് പറയാറുണ്ട്. ലൈഫിന്റെ എക്സ്പീരിയൻസ് പറയാറുണ്ട്. യാത്ര എപ്പോഴും ഈ സമയത്ത് യാത്ര നല്ലതാണ്. ഒറ്റയ്ക്ക് ഫാമിലി ആണെങ്കിൽ പറ്റും. ഇല്ല, ആലോചിക്കാൻ പറ്റും. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അറിയാൻ പറ്റും. ഫാമിലി ആണെങ്കിൽ കള്ളങ്ങൾ പറയാൻ അറിയാത്ത ആൾക്കാരാണോ? അരമണിക്കൂർ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ പറ്റാത്ത ആൾക്കാരാണോ ഇതിനകത്തുള്ളത്? അരമണിക്കൂർ എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ പറ്റാത്ത ആൾക്കാരാണോ ഇതിനകത്തുള്ളത്? ആണോ? അല്ല. അരമണിക്കൂർ പോവുക. എന്റെ PSC നിന്ന് പറഞ്ഞോ, OTP എന്ന് പറഞ്ഞോ, പോട്ടോ. അല്ലെങ്കിലേ ഇങ്ങനെ പോവും. അത് വേണോ? ഇത് വേണോ? ടെൻഷൻ വേണോ? വേണ്ട.
സോ ദ ട്രാൻസിഷൻ മിൽക്ക് എന്താ? ട്രാൻസിഷൻ മിൽക്ക് പ്രത്യേകം എന്താ? ചോദ്യം വരും, ദ ട്രാൻസിഷൻ മിൽക്ക് എപ്പോ സെക്രട്ടറി? ട്രാൻസിഷൻ മിൽക്ക് എന്ന് പറയുമ്പോൾ എപ്പോ സെക്രട്ടറി? 4 മുതൽ 14 ദിവസമാണോ? അത് 1 മുതൽ 3 ദിവസമാണോ? 1 മുതൽ 3 ദിവസമാണോ? 4 മുതൽ 14 ദിവസമാണോ? 4 മുതൽ 14 ദിവസം വരെ അല്ലേ? ശരി, ചോദ്യം വരും. എക്സാമിന് കൃത്യ ചോദ്യമാണ്. കഴിഞ്ഞ എക്സാമിന് സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറി ചോദ്യം, കഴിഞ്ഞ എക്സാം ചോദ്യമാണെന്നു. സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറി വരുന്ന മിൽക്ക് ഏതാ? കഴിഞ്ഞ എക്സാം ചോദ്യം സെക്കൻഡ് വീക്ക് ഓഫ് ഡെലിവറി എന്ന് പറയുമ്പോൾ 4 മുതൽ 14 ഡേയ്സ് അല്ലേ? അതാണ് ചോദ്യം. ട്രാൻസിഷൻ മിൽക്കാണ്. ഇനി എന്താ പ്രത്യേകം എന്താ? ഈ മിൽക്കിന്റെ പ്രത്യേകം എന്താ? ഇത് കട്ടിയുണ്ടോ? അത് ക്വാണ്ടിറ്റി ഉണ്ടോ? അറിയാം, പുറത്തറിയാം. നല്ല കട്ടിയാണോ, ക്വാണ്ടിറ്റി കുറവാണോ, കൂടുതലാണോ? എന്തായിരിക്കും? മിൽക്കിന്റെ ക്വാണ്ടിറ്റി കൂടുതലല്ലേ? സെക്കൻഡ് വീക്ക് ഓഫിൽ വരുന്ന ട്രാൻസിഷൻ മിൽക്ക് എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലല്ലേ? ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതലല്ലേ? ട്രാൻസിഷൻ മിൽക്കിന്റെ എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലല്ലേ? അല്ലേ? കൊളസ്ട്രോമിന് അപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും ട്രാൻസിഷൻ മിൽക്കിന് എപ്പോഴും ക്വാണ്ടിറ്റി കൂടുതലാണല്ലേ? അല്ലേ? ആ, ചോദ്യം വരും. എന്തൊക്കെ അതിനകത്ത്? ഒരു കുഞ്ഞിന് ആവശ്യമായി എന്തൊക്കെയാണ് ഈ പറഞ്ഞ ട്രാൻസിഷനകത്തുള്ളത്? ഒരു കുഞ്ഞിന് ആവശ്യമായി എന്തൊക്കെയാണ് ഈ പറഞ്ഞ ട്രാൻസിഷൻ മിൽക്കിനകത്തുള്ളത്? ചോദ്യം അവിടെ വരും. ഫാറ്റ് ഉണ്ടോ? ഫാറ്റും ഷുഗറും ഉണ്ടോ? ഷുഗറും ഫാറ്റും ഉണ്ടോ? ട്രാൻസിഷൻ മിൽക്കിനകത്ത് എപ്പോഴും ഷുഗറും ഫാറ്റും ഇല്ലേ? ട്രാൻസിഷൻ മിൽക്കിന് എപ്പോഴും ഷുഗറും ഫാറ്റും ഉണ്ടല്ലേ? ഇല്ലേ? ശരിയല്ലേ? ഫസ്റ്റ് വരുന്ന മിൽക്ക് എന്നുണ്ട്, കൊളസ്ട്രോമിനകത്തുണ്ട്. ആലോചിച്ച് പറയുക, കൊളസ്ട്രോമിനകത്ത് എന്തൊക്കെയുണ്ട്? ആന്റിബോഡിയെയും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. കൊളസ്ട്രോം ആണെങ്കിൽ ആന്റിബോഡിയെയും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും. അതുപോലെ തന്നെ ട്രാൻസിഷൻ മിൽക്കാണ് എന്തുണ്ട്? ഫാറ്റും ഷുഗറും അല്ലേ? ഫാറ്റും ഷുഗറും. ഫാറ്റ് സോൾ വൈറ്റമിനായ മുണ്ടും ഷുഗറില്ലേ? ഫാറ്റും ഷുഗർ എപ്പോഴും സെക്കൻഡ് മിൽക്കാണ്. കിട്ടിയോ? 2 ചോദ്യമാണ്. ഫസ്റ്റ് വരുന്ന മിൽക്കായ കൊളസ്ട്രോമിനകത്ത് എന്തൊക്കെയുണ്ട്? ആന്റിബോഡിയെയും ഫാറ്റ് സോൾ വൈറ്റമിൻസും ഉണ്ട്. സെക്കൻഡ് വരുന്ന മിൽക്ക് എന്തുണ്ട്? ഫാറ്റും ഷുഗറും. ഫാറ്റ് ഷുഗർ അല്ലേ? ഷുഗറും ഫാറ്റ്. ക്ലിയർ? 2 മിൽക്ക് കിട്ടിയോ? കിട്ടി. ഇനി മിൽക്കുണ്ടോ? ഇനി വേറെ മിൽക്കുണ്ടോ? ഇനി വേറെ മിൽക്ക് എന്തെങ്കിലും ഉണ്ടോ? കൊളസ്ട്രോം ഈ പറഞ്ഞ ട്രാൻസിഷൻ കഴിഞ്ഞുണ്ടോ? ഉണ്ടോ? മെച്ചൂർ മിൽക്ക് ഉണ്ടോ? മെച്ചൂർ മിൽക്ക് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും മെച്ചൂർ മിൽക്ക് ഉണ്ടോ? ഉണ്ട്. മെച്ചൂർ മിൽക്ക് എന്താ? മൂന്നാമതായിട്ട് ഒരു മിൽക്ക് എന്താ? മെച്ചൂർ മിൽക്ക്. എന്താ അത്? നല്ല കട്ടിയുള്ളതാണോ? അവിടെ തിന്നാണോ? തിക്കാണോ? ചോദ്യമാണ്. തിന്നാണോ തിക്കാണോ? തിന്നല്ലേ? തിന്നാണ്. വാട്ടറി മിൽക്ക് അല്ലേ? തിന്നല്ലേ? ആദ്യത്തെ 2 എന്തായിരിക്കും? വാട്ടറിയാ മിൽക്ക് അല്ലേ? വാട്ടർ അല്ലേ? അറിയാലോ. വാട്ടർ കട്ടിയില്ല. വാട്ടറിയാ മിൽക്ക് അല്ലേ ഇത്? ഒരു ചൈൽഡിന്റെ ഫിസിക്കൽ ഗ്രോത്തിനും ആൻഡ് ദ മെന്റൽ ഗ്രോത്തിനും ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ മിൽക്ക് ഏതാ? ഒരു ചൈൽഡിന്റെ ഫിസിക്കൽ ഗ്രോത്തിനും മെന്റൽ ഗ്രോത്തിനും അടങ്ങിയ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ മിൽക്ക് ഏതാ? ട്രാൻസിഷനിലാണോ? മെച്ചർ ആണോ? ഹൈൻഡ് മിൽക്ക് ആണോ? കൊളസ്ട്രോം ആണോ? ചോദ്യം വരും. ഒരു കുട്ടിയുടെ എന്താണ് ഫിസിക്കൽ ഗ്രോത്തിനും മെന്റൽ ഗ്രോത്തിനും അടങ്ങിയ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ മിൽക്കിന്റെ പേരെന്താ? മെച്ചൂർ മിൽക്കാണ്. മറക്കരുത്. ഒരു ചൈൽഡിന്റെ ഫിസിക്കൽ ഗ്രോത്തിനും മെന്റൽ ഗ്രോത്തിനും അടങ്ങിയ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയ ഈ പറഞ്ഞ മിൽക്ക് വെച്ച് എന്താണ്? മെച്ചൂർ മിൽക്കാണ്. മറക്കരുത്.
ഇത് ബ്രസ്റ്റ് മിൽക്കിന്റെ എത്ര സ്റ്റേജാ? ബ്രസ്റ്റ് മിൽക്കിന്റെ എത്രാമത്തെ സ്റ്റേജാ? ഇത് തേർഡല്ലേ? 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 ബ്രസ്റ്റ് മിൽക്കിന്റെ എത്രാമത്തെ സ്റ്റേജാ? 3 അല്ലേ? ഫസ്റ്റ് 3 വരും. ഫസ്റ്റ് 3 ദിവസം വരെ എന്ത് വരും? കൊളസ്ട്രോൾ. അത് യെല്ലോ ആണ്, ഇത് തിക്കാണ്, അത് ആന്റിബോഡീസ് ഉണ്ട്, ഫാറ്റ്സ്, വൈറ്റമിൻസ് ഉണ്ട് അല്ലേ? വൈറ്റമിൻസ് ഉണ്ട്, ശരിയല്ലേ? വൈറ്റമിൻസ് ഉണ്ട്. സെക്കൻഡ് ആയിട്ട് ട്രാൻസിഷനിൽ പറഞ്ഞു ഫസ്റ്റ് 2 ആഴ്ചക്ക് വരുന്നതാണോ? ഫസ്റ്റ് 2 ആഴ്ചക്കകത്ത് ഒരു മിൽക്കാണോ അത്? ട്രാൻസിഷൻ അകത്ത് എന്തുണ്ട്? വാട്ടറി മിൽക്ക് അല്ലേ? വാട്ടറി മിൽക്ക് ഫാറ്റ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഫാറ്റും ഷുഗറും ഇല്ലേ? ഫാറ്റും ഷുഗറും ഇല്ലേ? യെസ്. ക്ലിയർ? 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 യെസ്. ക്ലിയർ? 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 യെസ്. ഇനി മിൽക്ക് ഉണ്ടോ? ഇനി വേറെ മിൽക്ക് ഉണ്ടോ? ഫോർ നാളല്ല, 4 മിൽക്ക്. എവിടെയെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് 4 മിൽക്കും ആൻഡ് ഹൈൻ മിൽക്ക് ഉണ്ടോ? ഹൈൻ മിൽക്കും 4 മിൽക്കും എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഹൈൻ മിൽക്കും 4 മിൽക്കും എന്ന ക്ലാസിഫിക്കേഷൻ എവിടേക്ക് കേട്ടുണ്ടോ? ഹൈന് 4. യെസ്, ഉണ്ടല്ലേ? ഹൈൻ മിൽക്ക് എന്ന 4 മിൽക്ക് കേട്ടിട്ടുണ്ട്. സോ ദ ഫോർമുല ഈസ് ദ 4 മിൽക്ക്. എന്താ ഫോർമുല? എന്താ 4 മിൽക്ക് എന്ന് പറഞ്ഞതാ? 4 മിൽക്ക് എന്ന് പറഞ്ഞതാ? എപ്പോ സ്റ്റാർട്ട് ചെയ്യും? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന മിൽക്കാണോ? ഒരു റെഗുലർ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന മിൽക്കാണോ? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മിൽക്കിനെ പറയുന്നത് 4 മിൽക്ക് അല്ലേ? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മിൽക്കിനെ പറയുന്നത് നോർമൽ ആയിട്ട് ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മിൽക്കിനെ പറയുന്നത് 4 മിൽക്ക് അല്ലേ? അല്ലേ? അതേ പറഞ്ഞില്ലേ? അവിടെ ആരും ആണോ? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മിൽക്ക് പറഞ്ഞ 4 മിൽക്ക് അല്ലേ? ആദ്യം വരുന്ന ആണോ? എങ്ങനെ ഇത്? ഇത് വാട്ടറിയാണോ? ഇത് വാട്ടറിയാണോ തിക്കാണോ? തിക്കാണോ വാട്ടറിയാണോ? തിക്കാണോ വാട്ടറിയാണോ? തിക്കാണോ വാട്ടറിയാണോ? തിക്കാണോ വാട്ടറിയാണോ? ഫസ്റ്റ് വരുന്ന റെഗുലർ വരുന്ന 4 മിൽക്ക് എന്ന് പറഞ്ഞ വാട്ടർ തിക്കാണ്. വാട്ടറി അല്ലേ? വാട്ടറി മിൽക്ക് അല്ലേ? വാട്ടറി മിൽക്കാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും ആ മിൽക്ക് നല്ല പ്രോട്ടീൻ ഉണ്ടോ? പ്രോട്ടീൻ ഉണ്ടോ? ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ ഹൈ എമൗണ്ട് ഓഫ് എന്തുണ്ടായിരിക്കും? ഷുഗറും ഉണ്ട്, വൈറ്റമിൻസും ഉണ്ട്, മിനറൽസ് ഉണ്ടല്ലേ? വാട്ടർ ഉണ്ട്. വാട്ടർ പ്രധാനം അല്ലേ? ഈ പറഞ്ഞ 4 മിൽക്കിൽ എപ്പോഴും വാട്ടർ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? വൈറ്റമിൻസും മിനറൽസും ഈ പറയുന്നുണ്ട്, പ്രോട്ടീൻസും ഉണ്ട്. മിൽക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ മിൽക്ക് എപ്പോഴും കുഞ്ഞിനെ സാറ്റിസ്ഫൈ ചെയ്താണോ? മിൽക്ക് എപ്പോഴും കുഞ്ഞിന്റെ ടേസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്താണോ? മിൽക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ടേസ്റ്റ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണോ? ആശുവിടെ പറഞ്ഞു. മിൽക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും കുഞ്ഞിന്റെ ടേസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്താണോ? ആണ്. സോ ഇവിടെ വരുമ്പോൾ 4 മിൽക്കിനകത്ത് എപ്പോഴും ഫാറ്റ് കുറവാണ്. 4 മിൽക്ക് എപ്പോഴും ഫാറ്റ് കുറവാണ്. അതുപോലെ തന്നെ വാട്ടറി ആയിരിക്കും. 4 മിൽക്ക് എപ്പോഴും ഫാറ്റ് കുറവാണ്, വാട്ടറി ആയിരിക്കും. എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും ആൻഡ് മിനറൽസും ഷുഗർസും എല്ലാം അടങ്ങി എപ്പോഴും എന്താണ്? കുഞ്ഞിന്റെ ഹങ്കർ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യപ്പോഴും 4 മിൽക്ക് ഉള്ളത്. ഇപ്പോൾ കുഞ്ഞിന്റെ ഹങ്കർ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യപ്പോഴും 4 മിൽക്ക് ഉള്ളത്. ടേസ്റ്റ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യപ്പോഴും 4 മിൽക്ക് ഉള്ളത്. എക്സാമ്പിൾ ചോദിക്കും, കുഞ്ഞിന്റെ ടേസ്റ്റ്, ദാഹം മാറാനുള്ള മിൽക്ക് ഏതാ? കുഞ്ഞിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ദാഹം മാറാനുള്ള മിൽക്ക് ഏതാ? 4 മിൽക്കാണോ ഹൈൻ മിൽക്കാണോ?
കുഞ്ഞിന്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ദാഹം മാറുള്ള മിൽക്ക് ഏതാ? ടേസ്റ്റ് എക്സെപ്റ്റ് ചോദ്യ ടേസ്റ്റ് ഏതാ? ഫോർമിൽക്ക് അല്ലേ? പറഞ്ഞ ചോദ്യമാണ്. കുഞ്ഞിന്റെ ദാഹം ടേസ്റ്റ് മാറുള്ള മിൽക്ക് ഏതാ? കുഞ്ഞിന്റെ ടേസ്റ്റ് മാറാനുള്ള മിൽക്ക് ഏതാ? മിൽക്ക് ആണോ ഹൈ മിൽക്ക് ആണോ? മിൽക്ക്. എന്തുകൊണ്ട് അതിനകത്ത് ഫാറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഷുഗർ, വാട്ടർ ഉണ്ടല്ലേ? അഞ്ചാമത് എന്താ? അഞ്ചാമത്തെ എന്താ? ഹൈ മിൽക്ക്. അഞ്ചാമത്തെ ഹൈ മിൽക്ക് എന്താ? ചോദ്യം വരും. ഒരു ഫീഡിങ്ങിന്റെ ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ ഏറ്റവും സൗണ്ട് കേൾക്കാമോ? യെസ്. ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം മിൽക്ക് ഏതാ? റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം വരുന്ന മിൽക്ക് ഏതാ? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം വരുന്ന മിൽക്കിന്റെ പേര്. ചോദ്യം വരും. റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം വരുന്ന മിൽക്കിന്റെ പേരെന്താണ്? ഹൈ മിൽക്കാണോ, മിൽക്കാണോ, ഇല്ല ട്രാൻസിഷനാണോ? ഹൈ മിൽക്കാണോ, മിൽക്കാണോ, ട്രാൻസിഷനാണോ? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം വരുന്ന മിൽക്കിന്റെ പേരെന്താ എന്ന് കേരള PC എക്സാം ചോദ്യമാണ്. മിൽക്കാണോ, ഹൈ മിൽക്കാണോ, ട്രാൻസിഷൻ ആണോ, കൊളസ്ട്രോം ആണോ? അവസാനം വരുന്നതാ കൊളസ്ട്രോം ആണോ, ട്രാൻസിഷൻ ആണോ, മിൽക്കാണോ, ഹൈ മിൽക്കാണോ? 4 ഓപ്ഷൻ ഉണ്ട്. ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ അവസാന ഭാഗത്ത് വരുന്ന മിൽക്കിന്റെ പേരെന്താ? ഇത് കൊളസ്ട്രോം ആണോ, മിൽക്കാണോ, ട്രാൻസിഷൻ ആണോ, ഹൈ മിൽക്കാണോ? എക്സാം ചോദിക്കും. ഏതാ? ഉത്തരം പറയണേ. ഏതാ അവസാനം? ഏതാ ലാസ്റ്റ്? ഏതാ? ആരാ? ഹൈൻഡ്. കാരണം എല്ലാ എക്സാമിലും കുട്ടികൾക്ക് ഹൈ മിൽക്ക്, മിൽക്ക് തെറ്റിപ്പോറുണ്ട്. എല്ലാ എക്സാമിലും മിൽക്ക്, ഹൈ മിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വരാറുണ്ട്. തെറ്റിപ്പോകും. ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം വരുന്ന മിൽക്ക് ഏതാ? ഒരു റെഗുലർ ഫീഡിങ്ങിന്റെ അവസാനം വരുന്ന മിൽക്ക് മിൽക്കാണോ, ഹൈ മിൽക്കാണോ? ഹൈ മിൽക്ക് അല്ലേ? അതിൻ്റെ തെറ്റിക്കരുത്. ഇനി എന്താ കൊണ്ടറി? ഹൈൻ മിൽക്ക് എന്താ കൊണ്ടറി? മെയിൻ ആയിട്ട് ഹൈൻ എന്ന് പറയുമ്പോൾ വാട്ടർ ആണോ, ഫാറ്റ് ആണോ? മെയിൻ ആയിട്ട് ഹൈൻ മിൽക്ക് പറയുമ്പോൾ ഉള്ളത് വാട്ടർ ആണോ, ഫാറ്റ് ആണോ? ഫാറ്റ് ആണ് അല്ലെ? വാട്ടർ അല്ല. ഹൈ മിൽക്ക് എപ്പോഴും എന്ന് പറയുമ്പോൾ ഫാറ്റ് അല്ല കൂടുതൽ. ഫാറ്റ് അല്ലേ? വാട്ടർ അല്ല. ഒരിക്കലും വാട്ടർ അല്ല. ഹൈൻ്റെ എന്ന് പറയുമ്പോഴും ഫാറ്റ് ആണ് കൂടുതൽ. ഫാറ്റ് അല്ലേ? ഫാറ്റ് മാത്രം എന്തായിരിക്കും? വാട്ടർ അല്ലേ? വാട്ടർ ആണ്. എന്താ എന്റെ കളർ എന്താ? കളർ എന്താ? എന്തായിരിക്കും? ഹൈ മിൽക്കിന്റെ കളർ എന്താ? വെള്ളയല്ലേ? വൈറ്റ് അല്ലേ? അറിയാലോ. ഹൈ മിൽക്ക് ആണെങ്കിൽ എന്റെ കളർ എന്താ? വൈറ്റ് അല്ലേ? വൈറ്റ് അല്ലേ? മിൽക്കിൽ എപ്പോഴും വൈറ്റ് അല്ലേ? ഇത് എപ്പോഴും. മാത്രമല്ല കലോറി എമൗണ്ട് ഓഫ് എനർജി എപ്പോഴും കൂടുതലല്ലേ ഇതിനകത്ത്? ഈ മിൽക്കിന് എപ്പോഴും എമൗണ്ട് ഓഫ് എനർജി എപ്പോഴും കൂടുതലല്ലേ? ഇതല്ലേ? വൈറ്റ് എമൗണ്ട് ഓഫ് എനർജി എപ്പോഴും ചേർന്നല്ലേ? കുഞ്ഞിനെ സാറ്റിസ്ഫൈ ചേർന്നല്ലേ ഈ മിൽക്ക്? ഈ ഒരു കുഞ്ഞുണ്ടെങ്കിൽ എപ്പോഴും കുഞ്ഞിനെ സാറ്റിസ്ഫൈ ചേർന്നല്ലേ മിൽക്ക്? കുഞ്ഞിന്റെ ഹങ്കറിനെ എപ്പോഴും സാറ്റിസ്ഫൈ ചേർന്ന മിൽക്ക്. കുഞ്ഞിന്റെ ഹങ്കറിനെ എപ്പോഴും ഈ മിൽക്ക് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാറുണ്ടോ? വിശപ്പ് ശമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മിൽക്ക് ഏതാ? വിശപ്പ് ശമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മിൽക്ക് ഏതാ? ഹൈൻഡ് ആണോ, മിൽക്കാണോ? കുഞ്ഞിന്റെ വിശപ്പ് ശ്രമിക്കാൻ വേണ്ടി ഇപ്പോൾ ഫാറ്റ് കൂടുതലാണ്. ഫാറ്റിനേക്കാൾ കൂടുതലാണ്, എനർജി കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശപ്പ് ശ്രമിക്കാറില്ലേ? ഫാറ്റ് കൂടുതലാണ്, എനർജി കൂടുതൽ, എപ്പോഴും വിശപ്പ് ശ്രമിക്കാറില്ലേ? യെസ്. സോ ദ ഫോർ മിൽക്ക് ആണ് എന്താണ് ദ ടേസ്റ്റ് അല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഫോർ മിൽക്ക് ആണ് എപ്പോഴും ദ ടേസ്റ്റ് അല്ലേ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഫോർ മിൽക്ക് എപ്പോഴും ദ ടേസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യല്ലേ. ആൻഡ് ഹൈ മിൽക്ക് ആണെങ്കിലും ഹങ്കർ ആണോ? ഹൈ മിൽക്ക് എപ്പോഴും ഹങ്കർ സാറ്റിസ്ഫൈ. രണ്ട് പ്രധാന കാര്യം ദ ടേസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരാ. ദ ടേസ്റ്റ് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നവരാ ഫോർ മിൽക്കും, ഹങ്കർ ആണെങ്കിൽ ഹൈ മിൽക്കും. കിട്ടിയോ? പറഞ്ഞ് ടേസ്റ്റ് ആരാ? ദ ടേസ്റ്റ് സാറ്റിസ്ഫൈ ആരാ? ആരാ ടേസ്റ്റ്? ഫോർ മിൽക്ക്. ഹങ്കർ ആരാ? ഹൈ മിൽക്ക്. ഹൈ മിൽക്ക് അറിയാമോ? അറിയാമോ? ഇനി വേറെ മിൽക്കുണ്ടോ? ഇനി വേറെ മിൽക്കുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കി, മിൽക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അറിയില്ല. ഉണ്ടോ? ഉണ്ട്. ദ പ്രീമിയം മിൽക്ക് ഒന്നും കൂടെ ഉണ്ട്. ദ പ്രീമിയം മിൽക്ക് ഒന്നുണ്ട്. ലാസ്റ്റ് വൺ ഈസ് ദ പ്രീമിയം മിൽക്ക്. എപ്പോഴും ഇവിടെ ആ ഒരു പേര് പറയുമ്പോൾ എപ്പോഴും പ്രീമിയം മിൽക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പറയുമ്പോഴത്തെ പോലും പ്രീമിയം മിൽക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് പറയുമ്പോൾ പോലും പറഞ്ഞേ എന്താ ഡെലിവറി വേണം? ഡെലിവറി കഴിയുമ്പോഴാണോ? ഡെലിവറി കഴിയുമ്പോഴാണോ? ഒറ്റ ഉത്തരം എസ് ഓർനോ? ദ ഡെലിവറി കഴിയുമ്പോഴാണോ ദ പ്രീമിയം മിൽക്ക് വരുന്നത്? ആഫ്റ്റർ ദ പ്രീമിയം ഡെലിവറി ആണോ? ആഫ്റ്റർ പ്രീമിയം ഡെലിവറി? ചോദ്യം ഒന്നുമല്ല, ചോദ്യം ഇതാണ്. ചോദ്യം പറഞ്ഞത് എന്താണ് അതിന് കണ്ടന്റ് എന്താ? ചോദ്യം പക്ഷെ ഇതാണ്. ചോദ്യം വേറൊന്നുമില്ല, ഇതിനകത്ത് വേറെ ഒന്നും ചോദിക്കില്ല. ചോദ്യം ആയിരിക്കും പ്രീമിയം മിൽക്കിനകത്തുള്ള കണ്ടന്റ് എന്തൊക്കെയാ, അതാ ചോദ്യം. പ്രീമിയം മിൽക്കിനകത്തുള്ള കണ്ടന്റ്സ് എന്തൊക്കെയാ, അതാ ചോദ്യം പറഞ്ഞത്. എന്തൊക്കെ ഉണ്ടായിരിക്കും? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാ ഇതുകൊണ്ടായിരിക്കും? ആന്റിബോഡി ഉണ്ടോ? ആന്റിബോഡി ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ പഠിക്കും, ഓർമ്മിക്കണം, സോഡിയം കൂടുതലാണ് ഈ ഒരു മിൽക്കിൽ. പ്രീമിയം മിൽക്കിനകത്ത് എപ്പോഴും സോഡിയം ഹൈ ആണ്. സോഡിയം അയൺ കണ്ടല്ലേ? സോഡിയം അയൺ കണ്ടന്റ് എപ്പോഴും പ്രീമിയം മിൽക്ക് കൂടുതൽ. സോഡിയം അയണിന്റെ കണ്ടന്റ്, സോഡിയം അയൺ എപ്പോഴും പ്രീമിയം കൂടുതലാണ്. മാത്രമല്ല IgA ഉണ്ടാവും. IgA ഉണ്ട്. പക്ഷെ ഓർമ്മിക്കേണ്ട കാര്യം സോഡിയം അയൺ എപ്പോഴും പ്രീമിയം കൂടുതൽ. മറക്കോ? അത് IgA ഉണ്ട്, പക്ഷെ സോഡിയം അയൺ എപ്പോഴും ഈ പറഞ്ഞ പ്രീമിയം കൂടുതലാണ്. കിട്ടിയോ? കിട്ടിയോ? പ്രോട്ടീൻ ഉണ്ട്, കലോറി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പക്ഷെ എപ്പോഴും IgAയും ഈ പറഞ്ഞ എന്താണ് സോഡിയം അയൺ എപ്പോഴും പ്രീമിയം എപ്പോഴും കൂടുതലാണ്. സോഡിയം എപ്പോഴും ഹൈ ആയിരിക്കും. സോഡിയം ഹൈ ആണ്, IgA ഉണ്ട്, അന്ത കലോറി ഹൈ ആണ്, അന്ത പ്രോട്ടീനും ഹൈ ആണ്. മറക്കരുത്, സോഡിയം കൂടുതലാണ്, അയൺ കൂടുതലാണ്. ആർക്കാണ് ഇത്? അനു ലക്ഷ്മി ആണോ? അനു ആണോ? ആണോ? അനു ആണ്. 27 അല്ലേ? ആ സമയത്ത് വരുന്ന മിൽക്ക് എന്തായിരിക്കും പ്രത്യേകത? അവിടെ സോഡിയം കൂടുതലായിരിക്കും കേട്ടോ. സോഡിയം കൂടുതലായിരിക്കും, അയണും ഹൈ ആയിരിക്കും, IgAയും ഉണ്ട്. IgAയും ഉണ്ട്, പ്രോട്ടീനും കലോറിയും എപ്പോഴും ഹൈ ആയിരിക്കും. അയൺ കൂടില്ല, സോഡിയം കൂടില്ല, അതുപോലെ എന്താണ് പ്രോട്ടീനും കലോറി എപ്പോഴും പ്രീമിയം മിൽക്കിനകത്ത് കൂടുതൽ കേട്ടോ. മറക്കോ പ്രീമിയം മിൽക്കിൽ എന്ത് കൂടുതല? ചോദ്യം വരുന്നത് പ്രീമിയം മിൽക്കിനകത്ത് എന്ത് കൂടുതൽ? അയൺ കൂടുതല, സോഡിയം കൂടുതല, IgA ഉണ്ട്, അതുപോലെ പ്രോട്ടീൻ കലോറി എപ്പോഴും ഹൈ ആയിരിക്കും. 6 ടൈപ്സ് കിട്ടിയോ? 6 ടൈപ്സ് ഓഫ് മിൽക്ക് ക്ലിയർ ആയോ? ഇന്ന് പഠിച്ചത് 6 ടൈപ്സ് ഓഫ് മിൽക്ക് ക്ലിയർ ആയോടെ? എങ്കിൽ ഫസ്റ്റ് 3 ദിവസം വരുന്ന ഏതാ? ഫസ്റ്റ് 3 ദിവസം വരുന്ന മിൽക്ക് ഏതാ? ആന്റിബോഡി ആയ IgA കൊള്ളും, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ കൊള്ളുതാ കൊളസ്ട്രോൾ. ആന്റിബോഡി IgAയും ഫാറ്റ് സോലുബിൾ കൊള്ളുതാ IgAയും
cholesterol. Next question. The 4 to 14 days milk 4 to 14 days പറഞ്ഞ milk the delivery കഴിഞ്ഞ് 4 to 14 days transition ചെയ്യും. അതിലെ ക്വാണ്ടിറ്റി കുറവാണ് കൂടുതലാണോ? 4 മുതൽ 14 ക്വാണ്ടിറ്റി കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതലല്ലേ? ഷുഗർ ഉണ്ടായിരിക്കും, ഷുഗറിനകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ടായിരിക്കും, ഉണ്ട് ഷുഗറും ഫാറ്റ് കയ്യിലെ ഷുഗറും ഫാറ്റ് ഉണ്ടായിരിക്കും. ഇനി ഫിസിക്കലും ആൻഡ് ദ മെന്റൽ ഗ്രോത്ത് നമ്മൾക്ക് ഫിസിക്കൽ ആൻഡ് ദ മെന്റൽ ഗ്രോത്തിന് സഹായിക്കും. നമ്മൾക്ക് 4 ആണോ, ഹൈ ആണോ, കൊളസ്ട്രോൾ ആണോ? മെച്ചൂർ മിൽക്ക് അല്ലേ? ആൻഡ് ഹങ്കർ ഓഫ് ബേബി അതിനെ ശമിക്കുന്ന മിൽക്ക് ബേബിയുടെ ഹങ്കർ ശമിപ്പിക്കുന്ന മിൽക്ക് 4 മിൽക്ക് ആണോ, ഹൈ മിൽക്ക് ആണോ? ഹൈ മിൽക്ക്. സോഡിയം IgA-യും and പ്രോട്ടീനും and കലോറി ഹൈ സോഡിയം, പ്രോട്ടീൻ, എനർജി ഹൈ കിട്ടിയോ? The types of milk കിട്ടിയോ? The breastfeeding the types of milk കിട്ടിയോ? ക്ലിയർ ആയോ? യെസ്. So that's tomorrow ആണ്. നെക്സ്റ്റ് tomorrow ആണല്ലോ. ഒരു ചാപ്റ്റർ കിട്ടിയല്ലോ. ഒരു ചോദ്യം എല്ലാ എക്സാമും ചോദിക്കും. അത് അതുപോലെ പഠിക്കുമല്ലോ. ശബ്ദം നോക്കണ്ട, ശബ്ദം പോയിരിക്കുക. ശബ്ദം നോക്കണ്ട, ഒരു ചോദ്യം എല്ലാ എക്സാമും ചോദിക്കും. അതുപോലെ പഠിക്കുക. നന്നായി പഠിക്കുക. ചോദ്യം കിട്ടും കേട്ടോ, ഉറപ്പായും കിട്ടും. അതുപോലെ പഠിക്കുക. ശബ്ദം മൊത്തം പോയിരിക്കുകയാണ്, ഉറപ്പായും കിട്ടും കേട്ടോ. ഏതുണ്ടോ? ശബ്ദം ഏതുണ്ടോ? പാറയ്ക്കകത്ത് ഉരച്ചവർ അല്ലെ? പാറയിൽ ഉരച്ചവർ. എപ്പോ? Now next class is tomorrow night. Okay, tomorrow night. Advantage also tomorrow. Thank you so much. Tomorrow. Bye. Bye. See you tomorrow. See you on tomorrow. Bye.